മലപ്പുറം ഹുദാ മസ്ജിദിൽ നടക്കുന്ന സ്ഥാപനത്തിന്റെ പ്രധാന ഉസ്താദും പള്ളിയിലെ ഇമാമുമായിട്ടുള്ള ബഹുമാനനായ അഷ്റഫ് മൗലവി അൽ കൗസരി അൽ ഖാസിമി അവറുകളെ വേദിയിലേക്ക് ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അഷ്റഫ് ഉസ്താദ് വേദിയിലേക്ക് കടന്നു വരണമെന്ന് വിനയത്തോടെ അപേക്ഷിക്കുന്നു. الحمد لله رب العالمين. الحمد لله الذي جعل القرآن العظيم ربيع قلوبنا وجلاء أحزاننا وذهاب همومنا وغمومنا. أحمده على ما قضى وأبرم وأشكره على ما أعطى وأنعم. وأشهد أن لا إله إلا الله رب الجود والكرم. وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله. نبي جاءنا بالبينات والهدى. صلى الله على محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه ومن تمسك بشريعته إلى يوم الدين. صلاة وسلاما دائمين متلازمين وسلم تسليما كثيرا كثيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات وأن لهم أجرا كبيرا. وأن الذين لا يؤمنون بالآخرة أعتدنا لهم عذابا أليما. صدق الله العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب هب لي حكما والحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. സമാദരണീയരായ ഉലമാക്കളെ, മഹത്തുക്കളെ, ആരിഫീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ഉമറാക്കളെ, വിശിഷ്ടാതിഥികളെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇൽമിന്റെ ഈ മജ്ലിസ് സ്വർഗീയ ആരാമമാക്കി അല്ലാഹു അനുഗ്രഹിക്കുകയും ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ നമ്മെ ഏവരെയും അല്ലാഹു യഥാർത്ഥ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ബാങ്ക് കൊടുത്തിട്ട് ഇഖാമത്ത് കൊടുത്ത് ഒരുമിച്ച് നമുക്ക് ശരിയാ 9 മണിയോട് കൂടി എല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് തീർക്കാം. വലിയൊരു മുതിർന്ന ഒരു പ്രഭാഷണം, മുഖ്യ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുക്കി പ്രസംഗിക്കുന്നതിനാണ് അങ്ങനെ പറയുക. അതന്നെ നിർത്തി സ്റ്റോപ്പാക്കാനുള്ള ഒരു പരിപാടിയാണ് ഈ മുഖ്യ പ്രഭാഷണം. എല്ലാവരും പരിപാടിയെല്ലാം കഴിഞ്ഞു, ഇനി എത്രയും പണ്ട് തീർത്തിട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ആഖിർ ദഅ്വാന പറയാനുള്ള മജ്ലിസാണിത്. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വലിയ വിശാലമായ ഒരു പ്രഭാഷണം, അതിനുള്ള സാഹചര്യവും സന്ദർഭവുമല്ല. നേരത്തെ മുതൽ തുടങ്ങിയ പരിപാടിയാണ്. മാതാപിതാക്കളും കൂട്ടുകുടുംബാദികളും എല്ലാം കൊണ്ട് വളരെ ദൂരത്ത് യാത്ര ചെയ്ത് പോകേണ്ടവരുണ്ട്. എന്തായാലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ ഒരു വലിയ ഫളിലായിട്ട് ഞാൻ കാണുന്നു. 43 വർഷമായി ഈ നാട്ടിൽ ഈ സ്ഥാപനം നടന്ന് 301 ആലിമീങ്ങളെയും 280ഓളം ഹാഫിളീങ്ങളെയും 50ഓളം മുഫ്തികളെയും വാർത്തെടുക്കാനുള്ള ഒരു സൗകര്യം ബഹുമാന്യനായ മർഹൂം ഇബ്രാഹിം ഹാജി നവ്വറല്ലാഹു മർഖദഹു അദ്ദേഹത്തിന്റെ പ്രയത്ന ഫലത്താൽ ഇവിടെ സ്ഥാപിക്കപ്പെട്ടു. അദ്ദേഹം അതിപ്പോൾ ആ ബർസഖിയായ ലോകത്ത് ഇത് ആസ്വദിച്ച് കിടക്കുകയാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജാത്തുകൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. സാമ്പത്തികമായി സ്രോതസ്സുള്ളവർ അവർ ആഖിറത്തിന് വേണ്ടി ആ സമ്പത്ത് ചെലവാക്കണം എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണിതെല്ലാം. കേരളത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട കൗസരിയ അറബി കോളേജ് സുബൈർ ഹാജി അവർകൾ നവറല്ലാഹു മർഖദ, അതേപോലെ ഹസൻ സേട്ട് കായംകുളം നവറല്ലാഹു മർഖദഹു, അതേപോലെ നമ്മുടെ കമാൽ ഹാജി നവറല്ലാഹു മർഖദ, ഇതൊക്കെ നമുക്ക് അറിയപ്പെട്ട സാമ്പത്തികമായി നല്ല കഴിവുള്ളവരാണ്. സാമ്പത്തികമായി നല്ല കഴിവും എല്ലാ നിലയ്ക്കും പിടിപാടും ബന്ധങ്ങളുമുള്ളവർ, ഭൗതികമായ ഉത്തുംഗ സോപാനത്തിലേക്ക് ഏത് സമയത്തും ചാടാനുള്ള സൗകര്യമുള്ളവരാണ്. അതെല്ലാം അവർ ഒഴിവാക്കിയിട്ട് അവരുടെ സമ്പത്തും പ്രതാപവും ആഖിറത്തിന് വേണ്ടി അവർ മാറ്റിവെച്ചു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണിത്. ഞാൻ ഹിഫ്ള് പഠിച്ചത് എറണാകുളം മസ്ജിദുൻ നൂറിൽ 1985 മർഹൂം അക്ബർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ അദ്ദേഹം വഫാത്തായി. അതിന്റെ സ്ഥാപകനാണ് മുഹമ്മദ് ഹാജി അവർകൾ, മർഹൂം മുഹമ്മദ് ഹാജി അവർകൾ, യഹ്യ ഹാജി അവർകൾ മരണപ്പെട്ടു. അല്ലാഹു മഗ്ഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊരു തിയേറ്ററിന് വേണ്ടി ഉണ്ടാക്കിയതായിരുന്നു ആ സ്ഥാപനം. തിയേറ്റർ, അതായത് അന്നത്തെ ആ കാലഘട്ടത്തിൽ 85 ആ കാലഘട്ടത്തിൽ അത് വണ്ടി മുകളിൽ, തിയേറ്ററിന്റെ മുകളിൽ കയറി പോകാനുള്ള സംവിധാനത്തോടു കൂടി 85 അതിന് മുമ്പ്. അപ്പൊ അതങ്ങനെ ഉണ്ടാക്കിയ കാലഘട്ടത്തിൽ മർഹൂം മൂസാ മൗലാന റഹ്മഹുല്ല അദ്ദേഹത്തിന്റെ പ്രയത്ന ഫലത്താൽ മഹ്മൂദ് ഹാജി അവരുകളെ ദഅവത്തിന്റെ മാർഗത്തിൽ കൊണ്ടുപോവുകയും ആ ദഅവത്ത് കഴിഞ്ഞ് മടങ്ങി വന്ന് അത് മദ്രസയാക്കി മാറ്റുകയും മസ്ജിദാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ അന്നു മുതൽ അവിടെ ഹിഫ്ളും ദർസും ഒക്കെയായി ഇന്നും അത് അൽഹംദുലില്ലാഹ് നിലനിന്ന് പോവുകയാണ്. എറണാകുളത്തിന്റെ ഹൃദയഭാഗത്താണ്. കോടാനുകോടി രൂപ കിട്ടും. പക്ഷെ അവരുടെ സമ്പത്ത് അവർ ചെലവാക്കിയത് അള്ളാഹുവിന്റെ മാർഗത്തിൽ. അതുകൊണ്ട് ഇന്നും അവർ ഖബറിൽ ആസ്വദിച്ച് കിടക്കുകയാണ്. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മൾ എന്താണ് കൊണ്ടുപോകേണ്ടത്? ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഈ സാമ്പത്തികമായി സ്രോതസ്സുള്ള നമ്മുടെ മുസ്ലിം സമുദായം അവരുടെ സമ്പത്ത് മുഴുവനും ദുനിയാവിന് വേണ്ടി അടിച്ചു പൊളിച്ചു കളയാണ്. ഒരു കല്യാണത്തിന്റെ പേരിൽ ഇപ്പൊ ഈ സുന്നത്ത് കല്യാണം ഉണ്ടല്ലോ, നമ്മൾ ഈ ചേലാകർമ്മം ചെയ്യുന്ന കല്യാണം, അതിപ്പോ ഒരു വലിയ വൈറലായിട്ട് മാറിയിരിക്കുകയാണ്. ഇതൊക്കെ ഈ സദസ്സിൽ ഞാൻ നിങ്ങൾ ആലിമ്യങ്ങളായിട്ട് നിങ്ങൾ ഇവിടെ ദർസ് അല്ലെങ്കിൽ ഖത്തീബായിട്ടൊക്കെ പോകുമ്പോൾ മഹല്ലുകളിൽ കാണുന്ന ഓരോ സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മൾ പറയണം. പറയുന്ന വലിയ ഫായിദ ഒന്നുമില്ല, ഗുണമില്ല, എന്നാൽ അവൾ പറയുക എന്നുള്ളതാണ്.
ഇത് പറയുന്നതിന്റെ പത്തരട്ടി അഹങ്കാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തന്നെയും നമ്മുടെ ബാധ്യത എന്ന നിലയിൽ നമ്മൾ ഇത് പറയുക, അതാണ് ഈ ആലിമ്യങ്ങളുടെ ഉത്തരവാദിത്വം. 25 വർഷമായി ഞാൻ പ്രഭാഷണം നടത്തുന്നു കേരളത്തിന്റെ പല ഭാഗങ്ങൾ, ഇതെല്ലാം പറയാറുണ്ട്. പക്ഷെ ഫായിദ കാണുന്നില്ല. ചിലപ്പോ എവിടെയെങ്കിലും ഒക്കെ 1-2 ഫായിദകൾ അത് കാണാം ആയിരിക്കും. എന്നാലും നമ്മുടെ ബാധ്യത എന്താണ്? നമ്മളെ ഹക്ക് വിളിച്ചു പറയുക. ചെയ്യുകയോ ചെയ്യാതിരിക്കോ നമുക്ക് അതിന്റെ ഉത്തരവാദിത്തമില്ല. നമ്മൾ പറയേണ്ട ബാധ്യത നമ്മൾ പറഞ്ഞു കൊടുക്കുക. എല്ലാവരെയും നിർബന്ധിച്ച് ഇതിലേക്ക് തന്നെ അടിച്ചിരത്തി കൊണ്ടുവരിക. എത്ര നോക്കിയാലും എല്ലാരെയും ഒന്നും മുഅ്മിനാക്കാൻ പറ്റൂല. ഇന്ന് കൂടുതലും ആളുകൾ അള്ളാഹുൽ വിശ്വസിക്കുന്നത് ശിർക്ക് വെച്ചിട്ടാണ്. മൊത്ത ഉമ്മത്ത് ശിർക്കിന്റെ പണിയെടുത്തിട്ടാണ് ഇന്ന് ഇബാദത്ത് ചെയ്യുന്നത്. അല്ലാഹ് പറഞ്ഞ വാക്കാണ്, ഇതൊക്കെ ഖുർആൻ പറഞ്ഞ വാക്കാണ്. لا تقوم الساعة حتى لحق فئام من أمتي بالمشركين. എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം മുശ്രിക്കീങ്ങളോട് ചേരാതെ ലോകം അസ്തമിക്കൂല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഹത്താ തഅബുദ നിസാഉ മിൻ ഉമ്മത്തി അലിയാതു നിസാഇൻ അലൽ ലൗസാൻ. സ്ത്രീകൾ അവരുടെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവരുടെ പൂജ അല്ലെങ്കിൽ അവരുടെ നേർച്ച, അവരുടെ നിലവിളക്കുകൾ, എന്റെ സമുദായത്തിലെ മുസ്ലിം സ്ത്രീകൾ അത് ബിംബത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കുന്ന ഒരു കാലം വരാതെ ലോകമസ്തമിക്കൂല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ, ഇന്ന് നമുക്കിതിപ്പോ പണ്ടൊക്കെ ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോ എന്ത് വേണേലും പറയാം. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ തള്ള എന്ന് പറയും. പഴങ്കാലഘട്ടങ്ങളിലെ തള്ളാണ് അദ്ദേഹം തള്ളുന്നതെന്ന് പറയും. പക്ഷെ ഇന്ന് തള്ളാൻ പറ്റൂല. ഇന്ന് എടുത്തു വെച്ച് നിങ്ങൾക്ക് നോക്കിയാൽ മതി യൂട്യൂബില്. ഇന്ന് പ്രസംഗിക്കുന്നത് തന്നെ ഇത് യാഥാർത്ഥ്യമാണോ ഇല്ലേ എന്നുള്ളത് നമ്മൾ യൂട്യൂബ് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇന്ന് സ്ത്രീകൾ, മുസ്ലിം സ്ത്രീകൾ പോകുന്നത് പൂജയ്ക്ക് വേണ്ടിയിട്ടും, ഇന്ന് മുസ്ലിം സ്ത്രീകൾ അമുസ്ലിമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ മതത്തിലേക്ക് പോകുന്നതും സ്വന്തം വാപ്പയെയും ഉമ്മയെയും അവഗണിച്ചുകൊണ്ട് യാതൊരു വിലയും നിലയും പോലും കൽപ്പിക്കാതെ. ഇന്നലെ പോലും കൊല്ലം ജില്ലയിൽ 2 പെണ്ണുങ്ങൾ കുഫാറുകളുടെ പിന്നാലെ പോയി ആ ഉമ്മയും ഉപ്പയും കിടന്ന് കരയുന്ന രംഗമൊക്കെ കാണുമ്പോ നമ്മളെ പോലുള്ള പണ്ഡിതന്മാർ ഈ ലോകത്തിന്റെ മുന്നിൽ വിളിച്ചു പറയും, ഇത് യാഥാർത്ഥ്യമെന്ന് വിളിച്ചു പറയും. ആ വിവരമില്ലാത്തവർ ഈ കാണിക്കുന്ന അവിവേകത്തിന്റെ പരിണിത ഫലം അവർ ഭാവിയിൽ അനുഭവിക്കുക തന്നെ ചെയ്യും. അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളെ പോലുള്ളവരൊക്കെ പറയുമ്പോ, ഇവിടുന്ന് ആലിമീങ്ങളായി നിങ്ങൾ പോകുമ്പോ നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ ഉമ്മത്താണ് ഈ ശിർക്കിലേക്കും കുഫറിലേക്കും പിഴച്ചു പോകുന്നത്. ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആലിമീങ്ങൾ, ഇവരുടെ ഉപ്പമാർ, ഇവരുടെ ഉമ്മമാർ, അള്ളാഹു നിങ്ങൾക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കളെ ആലിമീങ്ങളാക്കി നമ്മുടെ മുന്നിൽ നിന്ന് കൊണ്ടുവന്നത് എന്നത്. ഇത് വെറുതെയല്ല 8 വർഷം ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്ഥാപനത്തിൽ 8 വർഷമോ 10 വർഷമോ ഈ ആലിമിന്റെ ഡിഗ്രി കൊടുത്തിട്ട് ഇവരെ പഠിപ്പിച്ചത് കൊണ്ട് എന്ത് ഗുണമാണെന്ന് ഒരുപക്ഷെ ചോദിക്കുന്നവരുണ്ടാകും. ഞാൻ 25 വർഷമായി 1996 ഡിഗ്രി എടുത്ത് ദൈവബന്ധിൽ നിന്ന് ഇറങ്ങിയ ആളാണ്. അന്ന് മുതൽ പള്ളികളിൽ ജോലി ചെയ്യുന്നു, ഖിദ്മത്ത് ചെയ്യുന്നു. ഈ ഇൽമിന്റെ ഖിദ്മത്ത് വിട്ടിട്ട് കുറെ നാൾ ഗൾഫിൽ പോയി നോക്കി, 3-4 പ്രാവശ്യം പോയി നോക്കി, ഒരു രക്ഷയില്ല. അവിടെ ഒന്നും ഒരു വിജയം എനിക്ക് കിട്ടിയിട്ടില്ല. അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഒരു വീട് വെക്കാനാകട്ടെ, ഒരു വാഹനം എടുക്കാനാകട്ടെ, ജീവിതത്തിന്റെ വഴികൾ കണ്ടെത്താനാകട്ടെ, ഈ ഇൽമിന്റെ വഴികളിലേക്ക് വീണ്ടും മടങ്ങി വന്നതിന് ശേഷമാണ് അള്ളാഹു ചെയ്ത ആ ഒരു റിസ്ക്. അല്ലാഹ് തന്ന നിഅമത്തതാണ്. 1000ങ്ങളുടെയും 10,000ങ്ങളുടെയും മുന്നിലിരുന്ന് പരിശുദ്ധമായ ദീന് പാതിരാത്രി 12 മണി വരെ പറയാൻ അള്ളാഹു ചെയ്ത തൗഫീഖ് ഇൽമിന്റെ ബർക്കത്താണ്. ഒരു മുഖ്യമന്ത്രി വന്നാൽ പോലും പാതിരാത്രി 12 മണി വരെ ഒരു മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഒരുത്തനും ഇരിക്കൂല, ഒരു പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഒരുത്തനും ഇരിക്കൂല. പാട്ടുകാരാകട്ടെ 2 മണിക്കൂർ കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് പോകും, പാട്ടും കേട്ടിട്ട് എല്ലാവരും ഇറങ്ങി പോകും. പാതിരാത്രി വഅദ്, ആ വഅദിന്റെ സദസ്സില് 10,000 പങ്കെടുത്ത് അല്ലെങ്കിൽ 1000 പങ്കെടുത്ത് അവസാനത്തെ ദുആയിലും പങ്കെടുത്ത് സായുജ്യം അടഞ്ഞിട്ട് പോകണമെങ്കിൽ ആ സദസ്സിൽ ആ ശ്രോതാക്കളെ വരാനുള്ള കാരണം ഇൽമിന്റെ മഹത്വമാണ്, ആലിമീങ്ങളുടെ മഹത്വമാണ്. ഇൽമിനെ അല്ലാഹ് ഉയർത്തിയത് കൊണ്ടാണ്. സാധാരണക്കാർക്ക് കിട്ടൂല, അത് ഭാഗ്യം. അതുകൊണ്ട് നമ്മുടെ ആ മക്കളെ ആലിമീങ്ങളാക്കി വാർത്തെടുത്തതിന്റെ പേരിൽ വാപ്പയും ഉമ്മയും അതിൽ സന്തോഷിക്കണം. വാപ്പക്കും ഉമ്മക്കും അതിന്റെ സന്തോഷമാണ്. എന്റെ വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. പക്ഷേ അവരെ ഖബറിൽ കിടന്ന് എന്റെ ഓരോ പ്രഭാഷണത്തിൽ നിന്നും അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന തഅലീമിൽ നിന്നും അതിന്റെ മിസ്ലു സവാബ് എന്റെ ഉപ്പയും ഉമ്മയും എന്നെ പഠിപ്പിച്ച ഉസ്താദുമാരും എനിക്ക് വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എന്നെ പോലുള്ള ആലിമീങ്ങളെ വാർത്തെടുത്ത അതിന്റെ ബാനികൾക്കും അതിന്റെ സവാബ് അവർ ഖബറിൽ ആസ്വദിച്ചു കിടക്കുകയാണ്.
ആർക്കെങ്കിലും അതിനെക്കുറിച്ച് അറിയോ? നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകുന്ന നമ്മൾ എന്ത് കൊണ്ടുപോകും ഈ ലോകത്ത് നിന്ന്? എന്താ നമ്മൾ കൊണ്ടുപോകുന്നത്? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വെറും കൈയോടെ വന്ന നമ്മൾ ഇതേ വെറും കൈയോടെയല്ലേ മടങ്ങി പോകുന്നത്? അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്ത് നമ്മളെ മുസ്ലിമാക്കി ഈ ഭൂമിയിലേക്ക് അല്ലാഹു തആല കൊണ്ടുവന്നു. പിന്നെ നമ്മൾ മുസ്ലിമായി മരിക്കുക എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്, അല്ലാഹുവിന്റെ ചോയ്സ് അല്ല. നിനക്ക് വേണമെങ്കിൽ അതിനെ ഇഷ്ടപ്പെടാം. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻ വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. മുസ്ലിം ആയിട്ട് നീ ജീവിച്ചു മരിച്ചാൽ അള്ളാന്റെ അടുക്കൽ നിനക്ക് സ്ഥാനമുണ്ട്. നീ മുസ്ലിം അല്ലാതെ മരിച്ചാൽ അള്ളാന്റെ അടുക്കൽ ആദർശത്തെ അംഗീകാരമില്ല. നീ നാളെ നഷ്ടത്തിലായിരിക്കും, തീരാ ദുഃഖത്തിലായിരിക്കും. മുസ്ലിമാക്കി ജനിപ്പിക്കുക എന്നുള്ളത് അള്ളാന്റെ ബാധ്യതയാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലാ ഫിത്രത്തിൽ ഇസ്ലാം. ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ കുഞ്ഞു കുട്ടികളും ഇസ്ലാമിന്റെ ശുദ്ധ പ്രകൃതിയിലാണ് ജനിക്കുന്നത്. ആരാ അവരെ പിഴപ്പിക്കുന്നത്? ആരാ അവരെ പിഴപ്പിക്കുന്നത്? ഇന്ന് നമ്മുടെ മക്കള് പിഴയ്ക്കാൻ കാരണമാരാണ്. ഇല്ല അന്ന അബവാഹു യുഹവിദാനിഹി വയുമജ്ജിസാനിഹി വയുനസ്റാനിഹി. ഈ മക്കള് പിഴയ്ക്കാൻ കാരണം വാപ്പയാണ്, ഉമ്മയാണ്, മാതാപിതാക്കളാണ്. മാതാപിതാക്കളാണ് ഇന്ന് മക്കളെ നന്നാക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കേണ്ടത്. മാതാപിതാക്കളാണ് ഇന്ന് ഈ മക്കളെ പിഴപ്പിക്കാനുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നത്. ആദ്യത്തെ അധ്യാപിക എന്ന് പറയുന്നത് ഉമ്മയാണ്. ഉമ്മയാണ് ആദ്യത്തെ അധ്യാപിക. നമ്മുടെ മക്കളെ ഏറ്റവും കൂടുതൽ താരാട്ടുന്നതും ഏറ്റവും കൂടുതൽ ലാളിക്കുന്നതും ഉപ്പ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നതും അല്ലാ എന്ന് വിളിക്കാൻ പഠിപ്പിക്കുന്നതും ആദ്യത്തെ അധ്യാപികയായ നമ്മുടെ ഉമ്മ. ഇസ്ലാമിൽ ഉമ്മുൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഉമ്മുൻ, അബുൻ, ഉമ്മുൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? അമ്മ. അതിന്റെ മാളിയ ചേർത്ത് പിടിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. ചേർത്ത് പിടിക്കുന്നവൾ എന്നാണ് അതിന്റെ അർത്ഥം. വാപ്പാക്ക് അതിനുള്ള സമയം കിട്ടൂല. വാപ്പ രാവിലെ ഇറങ്ങിപ്പോയാല് ജോലിക്ക് വേണ്ടി, ഉമ്മാക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അതിന്റെ റിസ്ക്കിന് വേണ്ടി ഓടിപ്പോകുമ്പോ ഈ മക്കളെ ലാളിക്കാനുള്ള സാഹചര്യമൊന്നും ഉണ്ടാവില്ല. ഒരുപക്ഷെ മക്കളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനും പെട്ടെന്ന് സാധിച്ചു എന്ന് വരില്ല. ഏതെങ്കിലും ഒരു ആവശ്യവുമായി വാപ്പാന്റെ അരികിലേക്ക് മക്കൾ പോകുമ്പോ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് പോവും. ഇപ്പൊ പറ്റൂല, നീ അങ്ങോട്ട് പോയിക്ക, ഇപ്പൊ എന്നെ കൊണ്ട് സാധിക്കൂല. അബാ, അബാ, അബുൻ, അബുൻ അതിന്റെ അർത്ഥം അതാണ്. അബാ, വാപ്പാടുത്ത് പോയ ഒരു പണി നടക്കൂല, അതാണ് അബ്ബ. പിന്നെ എങ്ങോട്ടാ കുട്ടി പോവാ? കരഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചിട്ട് ഉമ്മാന്റെ പോയിട്ട് വസ്ത്രത്തിൽ പിടിച്ചിട്ട്, എന്താ നീ കരയുന്ന? ഉപ്പാന്റെ അടുത്ത് ഞാൻ 500 റുപ്യ സ്കൂളിൽ എല്ലാരും എക്സ്കർഷന് പോകുന്നു, കറങ്ങാൻ പോകുന്നു, എനിക്കും പോണോന്ന് പറഞ്ഞപ്പോ ഉപ്പ പറഞ്ഞു ഇപ്പൊ ഒന്നും പോകണ്ടെന്ന് പറഞ്ഞ എന്നെ ഓടിച്ചു വിട്ട്. അതിന് പരിഹാരം എവിടെയാണല്ലേ? ഉമ്മാന്റെ അടുക്കൽ പോയി ഉമ്മായോട് ചേർത്ത് പിടിച്ച് ഉമ്മാന്റെ മാക്സിയിൽ കെട്ടി തൂങ്ങി കിടന്നിട്ട് ഈ കുട്ടി കരഞ്ഞപ്പോ, നീ കരയാതെ, നീ പറഞ്ഞ നീ കരയാതെ, നിനക്ക് ഞാൻ ആ പൈസ തരാം, ഞാൻ ഉപ്പാന്റെ അടുത്ത് പറയാം, ഞാൻ പറഞ്ഞ സെറ്റാക്കി തരാം. ഓള് പറഞ്ഞ ആള് സെറ്റാവും, പറയേണ്ട ആള് പറഞ്ഞാലേ അത് കബൂലാവുള്ളൂ. നമ്മളൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അബാ, അബുൻ, ഏത് കാര്യത്തിനും അദ്ദേഹത്തിന് ഒരു നിയന്ത്രണം ഉണ്ട്. ഉമ്മാന്റെ പണി എന്താ? ചേർത്ത് പിടിച്ച്. ഇപ്പൊ ഞാൻ ഇങ്ങനെ വാഴ്ന്നു പറയാൻ നടക്കാം, പാതിരാത്രിയും പകലും ഒക്കെ യാത്ര. എന്റെ മക്കളെയൊക്കെ നോക്കുന്നത് എന്റെ ഭാര്യയല്ലേ. അപ്പൊ ഏറ്റവും കൂടുതൽ മഹബത്ത് ആരോട് വരും? ഉമ്മയോടാണ് മഹബത്ത് കൂടുതൽ ഉണ്ടാവുക. ഉപ്പയെക്കാളും മഹബത്ത് കൂടുതൽ ഉമ്മയോടാണ് ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ മിങ്കിളി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നതും നമ്മുടെ മക്കൾ ഉമ്മയുമായിട്ടാണ്. കാരണം അവരുടെ വയറ്റിന്റെ ഉള്ളിൽ കിടന്നാണ് മനസ്സിൽ വളർന്നു വരുന്നത്. അവരുടെ മുല കുടിച്ചിട്ടാണ് കുട്ടികൾ വളർന്നു വരുന്നത്. അവരുടെ ചൂടേറ്റിട്ടാണ് വളർന്നു വരുന്നത്. അവരുടെ നെഞ്ചിനോട് ചേർന്ന് കിടന്നിട്ടാണ് വളർന്നു വരുന്നത്. അതുകൊണ്ട് ഒരു ഉമ്മയാണ് പഠിപ്പിക്കേണ്ടത്, മോനെ അല്ലാഹ് ആരാണെന്നുള്ളതും റസൂൽ ആരാണെന്നുള്ളതും ആദ്യത്തെ അധ്യാപിക എന്നുള്ളത് ഉമ്മയുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പരിശോധിച്ച് നോക്കി വാപ്പാടെ മഹത്വം ഉമ്മയുടെ മഹത്വം പറയുന്ന കൂട്ടത്തില് അല്ലാഹ് ഹൈലൈറ്റ് ചെയ്യുന്ന എങ്ങോട്ടാ? ഉമ്മയിലേക്കാ പോവാ. വവസൈനൽ ഇൻസാന ബിവാലിദൈ ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ വഫിസാലുഹു ഫി ആമൈൻ അനിഷ്കുർ ലീ വലിവാലിദൈക് ووصينا الإنسان بوالديه إحسانا حملته أمه كرها ووضعته كرها وحمله وفصاله 30 شهرا. അല്ലാഹു തആല മാതാപിതാക്കളോട് ഉപകാരമുള്ളവരാകണേ, സ്നേഹിക്കണേ, അവരോട് കടമകളും കടപ്പാടുകളും ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ട് പെട്ടെന്ന് അല്ലാഹു റൂട്ട് മാറ്റിവിട്ടത് ഹമലതുഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. പെട്ടെന്ന് അല്ലാഹു പറഞ്ഞത് ഉമ്മാന്റെ മഹത്വത്തിലേക്കാണ്, വാപ്പാന്റെ മഹത്വമല്ല അവിടെ പറയാൻ തുടങ്ങിയത്. ആദ്യം മൊത്തത്തിൽ മാതാപിതാക്കളെ എന്ന് പറഞ്ഞിട്ട് ഉമ്മയാണ് നിന്നെ ചുമന്നത് കേട്ടോ, ഉമ്മയാണ് നിന്നെ
നൊന്ത് പ്രസവിച്ചത് കേട്ടോ, ഉമ്മയാണ് നിനക്ക് മുലപ്പാല് തന്നത് കേട്ടോ. അതുകൊണ്ട് ആ ഉമ്മയെ നീ സ്നേഹിക്കണേ, ആദരിക്കണേ, ബഹുമാനിക്കണേ. അള്ളാന്റെ റസൂല് പോലും പറഞ്ഞത് ഉമ്മയുടെ കാലിന്റെ അടിയിലാണ് സ്വർഗം. ഒരു സഹാബി നബി തങ്ങളെ സമീപിച്ചു ചോദിച്ചില്ലേ, അള്ളാന്റെ റസൂലേ, അയ്യുന്നാസി അഹഖു ബിഹുസ്നി സ്വഹാബതി, മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ എന്നോടുള്ള സഹവാസം ആരോടായിരിക്കണമെന്ന് നബി തങ്ങളോട് ചോദിച്ചപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞ മറുപടി ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. സുമ്മ അയ്യുൻ, രണ്ടാമത് ചോദിച്ചു ആരോടാണ് നബിയെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. മൂന്നാമതും ആ സ്വഹാബി ചോദിച്ചു സുമ്മ അയ്യുൻ, ആരോടാണ് നബിയെ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മുക, നിന്റെ ഉമ്മയോടാണ്. സുമ്മ അയ്യുൻ, നാലാമതും ആ സ്വഹാബി ആവർത്തിച്ചപ്പോ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂക, നിന്റെ ഉപ്പ. മൂന്ന് പദവി കൊടുത്താർക്കാ? ഉമ്മ ഉമ്മ ഉമ്മ. മൂന്നും ഉമ്മ ഉമ്മ എന്നാ പറഞ്ഞത്. നാലാമത് അബൂക്ക, വാപ്പാക്ക് നാലാമത്തെ സ്ഥാനം. നമ്മളില്ലാതെ വല്ല നടക്കുമോ? ഒരു കുടുംബ ജീവിതത്തിന്റെ നെടുന്തൂണെന്ന് പറയുന്ന ഉമ്മയാണത്. വലിയ മഹത്താണത്, ചെറിയ കാര്യമല്ലാതെ. അതുകൊണ്ട് ഉമ്മയാണ് ഈ മടിത്തട്ടിൽ കുട്ടിയെ വളർത്തുമ്പോ, താരാട്ട് പാടുമ്പോ അത് കേട്ടിട്ടാണ് ഈ കുട്ടി വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഖുർആൻ ഓതണം, പാട്ട് കേൾക്കരുത്, മ്യൂസിക് കേൾക്കരുത്. കാരണം ഇത് കേട്ടാൽ ഈ കുട്ടി അതനുസരിച്ച് വളർന്നു വരുള്ളൂ, അതനുസരിച്ചേ പഠിക്കുള്ളൂ. കൊച്ചു കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുക്കരുത്, പഠിപ്പിക്കരുത്. കാരണം ഈ കുട്ടി ഇത് വളർന്നു വന്നാൽ അതനുസരിച്ചത് മനസ്സിലാക്കുള്ളൂ. ഗർഭിണിയായിരിക്കുന്ന പെണ്ണുങ്ങൾ കൂടുതൽ മൊബൈൽ യൂസ് ചെയ്യരുത്, അതാ കുട്ടിയുമായി ബന്ധം വരും. അവസാനം ആ കുട്ടി ആ മൊബൈലിലേക്ക് പോകും. ഇന്ന് മൊത്തം കുട്ടികൾ വ്യതിചലിച്ചു പോയത് മൊബൈൽ കൊണ്ടല്ലേ? ഈ കുട്ടികളൊക്കെ ഒളിച്ചോടി പോകാൻ കാരണം മൊബൈലല്ലേ? ഈ കുട്ടികളൊക്കെ പഴിച്ചു പോകാൻ കാരണം മൊബൈലല്ലേ? നമ്മളത് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മുടെ ഉമ്മ ആണ് ആദ്യത്തെ അധ്യാപിക. അള്ളാന്ന് പഠിപ്പിക്കേണ്ടത്, അള്ളാന്ന് ആദ്യം വിളിച്ചു പഠിപ്പിക്കേണ്ടതാണ്. പക്ഷെ ഉമ്മമാർക്ക് വിവരമില്ല, എങ്ങനെ പഠിപ്പിക്കും? ഇടത് കൈ കൊണ്ട് കുടിക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട്, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് ഒരു ഉമ്മയും ഉപ്പയും അതിൽ നിന്ന് തടയൂല. ഇടത് കൈ കൊണ്ട് കഴിക്കുന്നത് ആരാണ്? ഇന്ന ശൈത്താന യശ്റബു ബിശിമാലിഹി വയഅകുലു ബിശിമാലിഹി. നബി തങ്ങളുടെ മുന്നിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോ ഭക്ഷണ തളികയിലേക്ക് ഇടത് കൈയിട്ട് കഴിക്കുന്നത് കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂല് ആ കുട്ടിയുടെ കൈത്തണ്ടയിൽ അടിച്ചിട്ട് പറഞ്ഞില്ലേ, യാ ഗുലാം, പൊന്നുമോനെ, സമ്മില്ലാഹ വകുൽ ബിയമീനിക വകുൽ മിമ്മാ യലീക. ഭക്ഷണം കഴിക്കുന്നതിന്റെ അദബ്, മര്യാദ, തർബിയത്ത് ചെറുപ്പത്തിലെ പഠിപ്പിച്ചു കൊടുത്ത് നബി തങ്ങൾ കാണിച്ചു കൊടുത്തു. മോനെ, നീ ബിസ്മി ചൊല്ലി കഴിക്കണം കേട്ടോ, വലത് കൈ കൊണ്ട് കഴിക്കണം കേട്ടോ, ഭക്ഷണത്തിന്റെ മുൻഭാഗത്ത് നിന്ന് കഴിക്കണം കേട്ടോ. പഠിപ്പിച്ചു കൊടുക്കണം. നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഉമ്മാണ് പഠിപ്പിച്ചിട്ടുണ്ട്. ഉമ്മ ചോറല്ലേ വാരി ഉള്ള തൊള്ളക്കകത്തോട്ട് വാരി വെച്ചു കൊടുക്കുക. ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ ഉമ്മ? ബിസ്മി ചൊല്ലിയാന്നോ കൊടുത്തത്? ഭക്ഷണം ആ വിരൽ വെച്ചിട്ടാണോ കൊടുത്തത്? മൊബൈൽ എടുത്ത് വെച്ച് കയ്യിൽ പിടിക്കും, ഇവിടെ വലിയ LCD മതിലിൽ തൂക്കിയിടും, എന്നിട്ട് ഭക്ഷണം കൊടുക്കും. ഇപ്പൊ കുട്ടി പഠിക്കുന്നതാ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ, അല്ലാഹുമ്മ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ, ഇതാ നമ്മൾ പഠിക്കുക. ഇപ്പൊ ഇത് അങ്ങോട്ട് നോക്കുമ്പോ ചിമ്മിക്ക് 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 കൊട്ട, ചിമ്മിക്ക് ചിമ്മിക്ക് ചിമ്മിക്കൊട്ട. കുട്ടി പഠിക്കുന്ന ഇതാ, കുട്ടി പഠിക്കുന്ന ഈ കുട്ടി. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഭക്ഷണമൊന്നും അവർക്ക് വേണ്ട, നിങ്ങൾക്ക് ഭക്ഷണമൊന്നും വേണ്ട. ഉമ്മാക്ക് എവിടെയും പോവാം, വാപ്പാക്ക് എവിടെയും പോവാം, ആ മൊബൈൽ കൈ കിട്ടിയാൽ മതി. വാപ്പാക്ക് എവിടെയും പോവാം, ഉമ്മാക്ക് എവിടെയും പോവാം, മൊബൈൽ തന്നാ മതി, എവിടെ വേണമെങ്കിലും പോയിക്കോ. ആരാ പഠിപ്പിച്ചത് ഈ മൊബൈൽ സംസ്കാരം? എന്ന് പറഞ്ഞാൽ ആര് പഠിപ്പിച്ചു? പണ്ടൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ നമ്മുടെ വാപ്പ നമ്മുടെ ഉമ്മൊക്കെ ഉറക്കിയിരുന്നു, ലാളിച്ചിരുന്നു, താലോലിച്ചിരുന്നു. അന്നൊന്നും ഇതില്ലായിരുന്നല്ലോ. ഇന്നത്തെ ഈ കാലഘട്ടത്തില് ആധുനിക മക്കളായി മാറി. ആധുനിക മക്കളായപ്പോ പേര് തന്നെ മാറി, ന്യൂ ജി എന്നായി. വാപ്പാക്കും ഉമ്മാക്കും പേര് OG എന്നായി. അവരുപയോഗിക്കുന്ന സാധനത്തിന്റെ പേര് 5G എന്നായി. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ ആയില്ലേ? എല്ലാം മനസ്സിലായോ? എല്ലാം ചുരുക്കപ്പേരാണ്. ട്രിവാൻഡ്രത്തിന് TVM എന്ന് പറയുന്ന പോലെ, മലപ്പുറത്തിന് MLP എന്ന് പറയുന്നത് പോലെ, കോഴിക്കോടിന് KZK എന്ന് പറയുന്ന പോലെ, ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാം ചുരുക്കി. അതുകൊണ്ട് വാപ്പ ഉമ്മ OG, എന്താ? ഓൾഡ് ഏജ്, കിളവനും കിളവിയും. അപ്പൊ അതൊരു ഹോസ്പിറ്റൽ, സ്കൂളില് നമ്മുടെ ഉപ്പയെ ഉമ്മയെ കൊണ്ടുവരാൻ തന്നെ നമ്മുടെ കുട്ടികൾ മടിക്കും. എന്താ? വയസ്സായ ഉമ്മ, വയസ്സായ വാപ്പയെ കാണാൻ ഒരു ചന്തയില്ല, കാണുമ്പോ ഒരു റാഹത്തില്ല. അപ്പൊ ചോദിക്കും, ആരാണ്? ആരാണത്? Who is that? That is my servant.
വാപ്പ വിചാരിക്കും മാഷാ അല്ലാഹ് എന്റെ മോൻ എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞു, അൽഹംദുലില്ലാ അവനെ ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ട് ഗുണപ്പെട്ടു, അൽഹംദുലില്ലാ. ജനങ്ങളുടെ മുന്നിൽ എന്നെ കുറിച്ച് പൊക്കി പറഞ്ഞു. ആ പാവം പൊട്ടൻ അറിയോ ദാറ്റ് ഈസ് മൈ സെർവന്റ്, ഇതെന്റെ ജോലിക്കാരനാണെന്ന് പറഞ്ഞത് എന്റെ ജോലിക്കാരനാണ്, വേലക്കാരനാണ് എന്നാണ് നിന്റെ മകൻ പറഞ്ഞതെന്ന കാര്യം ഈ വാപ്പാക്കറിയോ ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ? അല്ലാതെ എന്താ പറയാ, കൂട്ടുകാരുടെ മുന്നിൽ ഗേൾ ഫ്രണ്ടിന്റെയും ബോയ് ഫ്രണ്ടിന്റെയും മുന്നിൽ വയസ്സനും വയസ്സിയുമായ മാതാപിതാക്കൾ വരുമ്പോ നമുക്ക് അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് സ്കൂളിലേക്ക് വരണ്ടെന്നാ പറയാ, ഇക്കയെ പറഞ്ഞു വിടുന്ന പറയാ. നമ്മുടെ കുട്ടികളുടെ അവസ്ഥ ഞാൻ പറയാണ്, ഇക്കയെ പറഞ്ഞു വിടുന്ന പറയാ. വാപ്പാക്കുമ്മ പല മാത്തുണ്ടോ? 1ാം ക്ലാസ് മുതൽ BA-യും MA-യും MTech-ഉം വരെ എടുത്തിട്ട് MBA വരെ പഠിപ്പിച്ചിട്ട് നിങ്ങളുടെ മക്കൾക്ക് ഈ പഠിപ്പിക്കുന്ന പണം ചെലവാക്കുന്ന ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്ന വിയർപ്പൊഴിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഒരു ദുആ ചെയ്യാൻ ഏതെങ്കിലും പാഠപുസ്തകത്തിന്റെ ഒരു അധ്യായം ഈ ലോകത്തെ സമുദായത്തിനടുത്ത് തരാൻ കഴിയും? അതുകൊണ്ടല്ലേ ആ മക്കൾ എന്ന മാതാപിതാക്കളെ വലിച്ചെറിയുന്നത്, മാതാപിതാക്കൾക്ക് സ്ഥാനം കൊടുക്കാത്തത്? അതല്ലേ? എന്നാൽ 1ാം ക്ലാസ്സിൽ വന്ന് അലിഫ് ബാ താ പഠിക്കുന്ന കുട്ടി, പരിശുദ്ധമായ മദ്രസയിൽ വന്ന് ഇൽമു പഠിക്കുന്ന കുട്ടി, ആ കുട്ടി ആദ്യം പഠിപ്പിക്കുന്നത് നിന്റെ വാപ്പ, നിന്റെ ഉമ്മ. അലിഫ് അബുൻ, അലിഫ് ഉമ്മുൻ. നിന്റെ വാപ്പ ആരാണ്, നിന്റെ ഉമ്മ ആരാണ്, അവരുടെ മഹത്വം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനെവിടെ പോണം? അത് മദ്രസയിൽ പോണം, അത് അറബി കോളേജിൽ പോണം, അതിൽ ദർസിൽ പോണം. ആരാണ് നിന്നെ പഠിപ്പിച്ചത്? നിന്റെ വാപ്പാടെ മഹത്വം എന്താണ്, നിന്റെ ഉമ്മാന്റെ മഹത്വം എന്താണ്, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ ഉമ്മാന്റെ മഹത്വം എന്താണ്? ആ ഉമ്മയുടെ മുഖത്ത് നോക്കി ഉപ്പാന്റെ മുഖത്ത് നോക്കി ഛേ എന്ന ഒരു വാക്ക് പോലും പറയരുതെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഖുർആനിന്റെയും ഇസ്ലാമിക ശരീഅത്തിന്റെയും തത്വങ്ങളെ കാറ്റിൽ പറപ്പിച്ചിട്ട് ഭൗതികതയ്ക്ക് അതിന്റെ പിന്നാലെ ഓടി നടക്കുന്ന ഈ സമുദായമാണ് ഇന്ന് ശിർക്കിന്റെയും കുഫറിന്റെയും പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഹാഫിള് ആത്മഹത്യ ചെയ്തായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിയോ? ഏതെങ്കിലും ഒരു ഹാഫിള്, ഏതെങ്കിലും ഒരു ആലിമ് ഉഖ്റവിയായ പണ്ഡിത്, ആലിമ് ഇൽമു പഠിച്ചവൻ ഇൽമു പഠിച്ചത് കൊണ്ട് ആലിമാവൂല, ഇൽമു പഠിച്ചത് കൊണ്ട് ആലിമാവൂല. അത് ആദ്യം മനസ്സിലായിക്കോളെ. നമുക്ക് ഇൽമു, അതൊക്കെ ഇൽമിന്റെ മഹത്വങ്ങൾ, അതൊക്കെ ഇൽമു പഠിച്ചു എന്നതിന്റെ പേരിൽ നമ്മൾ ആലിമാവൂല. ഒരു നല്ല ഒരു ഹാഫിള്, നല്ല ഒരു റബ്ബാനിയായ ഒരു ആലിമ് തൂങ്ങിച്ചാവുകയോ അല്ലെങ്കിൽ അല്ലാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തിച്ചതായിട്ട് നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. ആലിമിന്റെ കോലത്തിലൊക്കെ പലരും പലതും ചെയ്തേക്കാം, പക്ഷെ അതല്ല. എന്തുകൊണ്ട് ഏതെങ്കിലും ഒരു ആലിമ് തന്റെ വാപ്പയോ അമ്മയെ ചവിട്ടി പുറത്താക്കിയതായ ചരിത്രമുണ്ടോ? ഏതെങ്കിലും ഒരു ആലിമ് വൃദ്ധനും വൃദ്ധയുമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്തതായി വല്ല ചരിത്രത്തിൽ നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? ആതുരാലയങ്ങളിലും അതേപോലെ ആശ്രിതര് എത്രയോ വൃദ്ധകളും വൃദ്ധസദനങ്ങളും ഇന്ന് നിറഞ്ഞു കിടക്കുന്നത് ആലിമീങ്ങളുടെ മക്കളെ കൊണ്ടല്ല, സാധാരണക്കാരായ മുസ്ലിമീങ്ങളുടെ മക്കളെ കൊണ്ടാണ്. എന്തുകൊണ്ട്? വാപ്പയുടെ ഉമ്മയുടെ മഹത്വം പഠിപ്പിക്കാൻ ഈ വാപ്പയും ഉമ്മയും തയ്യാറായില്ല. ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം വാപ്പ ഏറ്റെടുക്കണം, ഉമ്മ ഏറ്റെടുക്കണം. പഠിപ്പിക്കാത്തത് ആര്? അവർക്ക് ഭൗതികമാണ് അവരുടെ ലക്ഷ്യം, അവർക്ക് വേണ്ടത് ആഡംബരമാണ്, അവർക്ക് വേണ്ടത് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് ഒരു ഷെയർ, ഒരു ലൈക്ക്, ഇതൊക്കെയാണ് അവർ വേണ്ടത്. യൂട്യൂബിൽ എന്റെ മകൻ പാട്ടുപാടി എനിക്ക് പേര് കിട്ടണം, പ്രശസ്തി കിട്ടണം. പരിശുദ്ധ ഖുർആനിലേക്ക് വാ. എന്താ സൂറത്ത് ലുഖ്മാൻ പഠിപ്പിച്ചത്? വമിനൻ നാസി മൻ യശ്തരി ലഹുവൽ ഹദീസ് ലിയുളില്ല അൻ സബീലില്ലാഹ് ബിഗൈരി ഇൽമിൻ വയത്തഖിദഹാ ഹുസ്വാ ഉലൈക ലഹും അദാബും മുഹീൻ. ഈ സമുദായത്തിലെ എത്രയോ ആളുകൾ നല്ല നല്ല ചുണക്കുട്ടികളായ ബ്രില്യന്റായ കഴിവുള്ള തന്റെ ഇടമുള്ള സാമർത്ഥ്യമുള്ള 10ഉം 14ഉം 12ഉം വയസ്സുള്ള കുഞ്ഞുമക്കളെ വെള്ളിത്തിരകളിൽ അണിനിരത്തിയിട്ട് പാട്ടുപാടി ഡാൻസ് കളിപ്പിച്ചിട്ട് ആ സന്ദർഭവും ആ സാഹചര്യവും ആ ആഘോഷവും കാണാൻ തലയിൽ തട്ടമിട്ടിട്ട് പരത ധരിച്ചിട്ട് അന്യ പുരുഷന്മാരുടെ കൂട്ടത്തിൽ പോയിരുന്ന് കൈകൊട്ടി പാടാനും അത് കേൾക്കാനും ആസ്വദിക്കാനും ഇന്നത്തെ നമ്മുടെ സമുദായം അവിടേക്ക് എത്തിയില്ലേ? ഇൽമു പഠിച്ച് വളരേണ്ട കുട്ടിയാണ്, ഖുർആൻ പഠിച്ച് വളരേണ്ട കുട്ടിയാണ്, മാതാപിതാക്കൾക്ക് ദുആ ചെയ്ത് വളരേണ്ട കുട്ടിയാ, മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യേണ്ട പൊന്നുമോനാണ്. ഇന്ന് അല്ലാഹു നിഷിദ്ധമാക്കിയ പാട്ടിന്റെയും മ്യൂസിക്കിന്റെയും പിന്നാലെ അടിമപ്പെട്ടിട്ട് മാതാപിതാക്കളെ ത്രസിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും എത്ര മുസ്ലിം പെൺകുട്ടികളെ അർദ്ധനഗ്നകളായിട്ടാണ് പരസ്യമായി സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ട് പാട്ടുപാടി ഡാൻസ് ആടി തുള്ളിച്ചാടി ആഘോഷിക്കുന്നത്. അതിന് കോപ്പ് കൂട്ടാനും സൗകര്യം ഒരുക്കി കൊടുക്കാനും മാതാപിതാക്കളെ തയ്യാറായെങ്കിൽ ഓർത്തോ ഉലൈക ലഹും അദാബും മുഹീൻ.
നാണം കെട്ട ശിക്ഷയാണ് നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾ മറന്നു പോകണ്ട. അവരോട് ഖുർആൻ പഠിക്കീ മക്കളെ, ഖുർആൻ ഓതൂ മക്കളെ എന്നവരോട് പറഞ്ഞാൽ വൈദാ തുതില അലൈഹിം ആയാതുനാ വല്ലാ മുസ്തക്ബിറാ കഅല്ലം യസ്മഅഹാ കഅന്ന ഫീ ഉദ്നൈഹി വഖറാ. ഖുർആൻ പഠിക്ക്, ഖുർആൻ ഓത്, ഹാഫിളാഗ്, ആലിമാഗ്. പരസ്യമായി നീ ഒന്ന് ഖുർആൻ ഓതി ജനങ്ങളൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ വാപ്പ നിങ്ങൾക്ക് വേറെ ജോലിയും പണിയൊന്നുമില്ലേ? ഇന്നത്തെ കാലത്തും മൊയ്ലിയാരായിട്ട് എന്ത് കൂലി കിട്ടാനാ, എന്ത് പണം കിട്ടാനാണ്, ആര് ഷെയർ ചെയ്യാനാണ്, ആര് ലൈക്ക് അടിക്കാനാണ്? കഅല്ലം യസ്മഅഹാ, കേൾക്കാത്ത മാതിരി അവൻ പിന്തിരിഞ്ഞു പോവുകയല്ലേ. കഅന്ന ഫീ ഉദ്നൈഹി വഖറാ, അവന്റെ ചോട്ടിൽ എന്തോ ഒരു കുരു വളർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഓർത്തോ, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം. ഖുർആനിൽ നിന്ന് ഒളിച്ചോടി പോയവന് വേദനയുള്ള ശിക്ഷ നാം ഒരുക്കിയിട്ടുണ്ടെന്നുള്ള സന്തോഷ വാർത്ത കൂടി ഒന്ന് അറിയിച്ചേരെ ഹബീബേ. ഖുർആൻ പഠിപ്പിക്കാതെ ഒളിച്ചോടി പോയി പാട്ടിന്റെയും സംഗീതത്തിന്റെയും പിന്നാലെ പോയവന് സന്തോഷ വാർത്ത. എന്ത് സന്തോഷ വാർത്ത? അവനെ ഞാൻ നാളെ നരകത്തിലിട്ട് കത്തിക്കുന്ന സന്തോഷ വാർത്ത. അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്കല്ലേ. 14 വയസ്സുള്ള ചൊറുക്കുള്ള മക്കള്, കാണാൻ രസമുള്ള മക്കള്, പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടികള് നമ്മുടെ മലപ്പുറം ജില്ലയിലാകട്ടെ, കാസർഗോഡ് ജില്ലയിലാകട്ടെ, കണ്ണൂർ ജില്ലയിലാകട്ടെ, അവിടെ നിന്ന് വെള്ളിത്തിരയിലേക്ക് പാട്ടുപാടാൻ വരുന്ന കൂടുതലും പെണ്ണുങ്ങളും ആണുങ്ങളും മുസ്ലിം കുടുംബത്തിലുള്ളവരാണ്. മലപ്പുറത്ത് നിലമ്പൂര് വലിയ പാട്ടിന്റെ ഉത്സവം നടന്നില്ലേ? ആരാണ് അതിന് സാക്ഷ്യം വഹിച്ചത്? ആരാണ് അതിന് കൂടെ നിന്നത്? ഓരോ ഫെസ്റ്റുകൾ നടക്കുമ്പോ തലയിൽ തട്ടമിട്ട് പർദ്ദയിട്ടിട്ട് ഈ പാട്ടിന്റെ മുന്നിൽ പോയിരിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾക്ക് നാണമില്ലേ? നാണമില്ലേ? അള്ളാന്റെ ശാപമിറങ്ങുന്ന ആ സദസ്സിൽ ഇരുന്ന് ഈ മക്കള് നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ടാ നാളെ നിങ്ങളെ വകവെക്കാതെ, നിങ്ങൾക്കൊരു സ്ഥാനവും മാനവും നൽകാതെ പരിശുദ്ധമായ ശരീഅത്തിൽ നിന്ന് അവർ ഒളിച്ചോടി പോകുന്നത്. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഉമ്മ, വാപ്പാ, നിങ്ങൾ നാളെ ആഖിറത്തിൽ ഏറ്റെടുക്കേണ്ടി വരും കേട്ടോ. യൂട്യൂബ് എടുത്ത് ചോക്ക്. എല്ലാ ഫെസ്റ്റ്, നീലേശ്വരം ഫെസ്റ്റ്, നിലമ്പൂർ ഫെസ്റ്റ്, എല്ലാ ഫെസ്റ്റിലും ആരായിരിക്കുന്ന ഫ്രണ്ടില്? പാട്ട് പാടാനും ഡാൻസ് ആടാനും ഫ്രണ്ടിൽ ആരായിരിക്കുന്നത്? പാട്ട് പാടാൻ വരുന്നതാരാ? തുള്ളിച്ചാടുന്നതാരാ? കല്യാണ സദസ്സുകളിൽ പോലും അല്ലാഹുവേ, അല്ലാഹു ഇഷ്ടപ്പെട്ട, അല്ലാഹു ആദരിച്ച, അല്ലാഹു അനുഗ്രഹിച്ച കല്യാണത്തിന്റെ സദസ്സുകളിൽ പോലും അല്ലാഹുവിന് ലഅനത്ത്, അവന്റെ ലഅനത്തും ശാപവും ഇറങ്ങുന്ന അവസ്ഥയിൽ ആ പരിശുദ്ധമായ നിക്കാഹിന്റെ കർമ്മത്തെ തകർത്ത് കളഞ്ഞില്ലേ ഈ സമുദായം? എന്താണ് കാരണം? വാപ്പാ, ഉമ്മ, അവർക്ക് സംസാരിക്കാനോ മിണ്ടാനോ അവർക്ക് കഴിയില്ല. മക്കള് വ്യതിചലിച്ചു പോയി. കാരണം എന്താ? ആ മക്കൾക്ക് കൊടുക്കേണ്ട റൂഹിന്റെ ഭക്ഷണം ഉപ്പയും ഉമ്മയും കൊടുത്തിട്ടില്ല. നഫ്സിന്റെ ഭക്ഷണമാണ് അവർ കഴിച്ചു വന്നത്. അവരിഷ്ടം പോലെ അൽഫഹം അടിച്ചു, ഷവായ തിന്നു, ഷവർമ തിന്നു, മന്തി തിന്നു, ബിരിയാണി തിന്നു, ഒക്കെ തിന്നു. പക്ഷേ റൂഹിന്റെ ഭക്ഷണമായ ഇൽമും ഫർളും അദബും തർബിയത്തും തസ്കിയത്തും കൊടുക്കാത്തതിന്റെ പേരിൽ അവര് പിഴച്ചു പോയെങ്കിൽ വാപ്പാ, ഉമ്മ, നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ആ മക്കള് പറയുന്ന പരാതിക്ക് ഉത്തരവാദിത്തം വഹിക്കാൻ തയ്യാറായി ഇരുന്നോ? ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا. മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ ഇൽമു പഠിപ്പിക്കാത്തതിന്റെ പേരിൽ അവരെങ്ങാനും പിഴച്ചു പോയാൽ നാളെ ആഖിറത്തിൽ എത്തിയിട്ട് നിങ്ങൾക്കെതിരെ തിരിഞ്ഞു നിന്നിട്ട് പറയുന്ന ദുആയ, പടച്ചവനേ റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ രക്ഷകർത്താക്കളെ പിൻപറ്റിപ്പോയി അല്ലാ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെ, കാരണവന്മാരെ പിൻപറ്റിപ്പോയി പടച്ചവനേ, ഫഅളല്ലൂന സബീലാ, അവർ ഞങ്ങളെ പിഴപ്പിച്ചു അല്ലാ, അവർ ഞങ്ങളെ പിഴപ്പിച്ചു അല്ലാ. അതുകൊണ്ട് റബ്ബനാ ആതിഹിം ളഅഫൈനി മിനൽ അദാബ്, ഞങ്ങളെ നീ ശിക്ഷിക്കരുത് പടച്ച റബ്ബേ. ഞങ്ങൾ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളാ, ഞങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ ഉപ്പ ഉമ്മമാര് ഈ നിൽക്കുന്നത് അവരാണ് പടച്ചവനെ. ഞങ്ങൾക്കുള്ള ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ നീ അവർക്ക് കൊടുക്കണേ അല്ലാ. വാപ്പ ഉമ്മക്കെതിരെ മക്കളുള്ള ദ്വാരക്ക്
ഇത് വെറുതെ ഒന്നുമല്ല ഈ പുതപ്പും പുതപ്പിച്ച് ഇവിടെ ആലിമ്യങ്ങൾ ഇവിടെ വാർത്തെടുക്കുന്നത്. വെറുതെയല്ല കോടാന കോടികൾ ചെലവാക്കി മദ്രസകൾ ഉണ്ടാക്കുന്നത്. നാളെ ആഖിറത്തിന് വേണ്ടിയിട്ടാണ്. ദുനിയാവിൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല എന്ന് കരുതണ്ട. ദുനിയാവിൽ എന്താ ആലിമ്യങ്ങൾക്ക് എന്താ കുറവ്? എല്ലാവരും വിചാരിക്കും നമ്മൾ ഇൽമു പഠിപ്പിച്ച് എന്താ ഗുണമെന്ന്. ആലിമ്യങ്ങൾ ജീവിക്കുന്നത് പോലെയും ആലിമ്യങ്ങൾ തിന്നുന്നത് പോലെയുള്ള ഭക്ഷണം ഒരു എഞ്ചിനീയർ തിന്നുന്നുണ്ടോ? ഒരു ഡോക്ടർ തിന്നുന്നുണ്ടോ? കോടിക്കണക്കിന് രൂപ ഡോക്ടർ ഉണ്ടാക്കും. അല്ലാഹി സത്യം, ഒരു കട്ടൻ ചായയും 2 ബട്ടർ ബിസ്ക്കറ്റും കൊണ്ട് അമ്മാമന്റെ ജീവിതം കഴിച്ചു കൊടുത്തു. എന്തിനാ ഈ പണം ഉണ്ടാക്കി വെച്ചേക്കുന്നത്? പള്ളിയിൽ ജോലി ചെയ്ത് നമുക്ക് 16 റുപ്യ ശമ്പളമാണ്. അൽഫാം ഇല്ലാത്തൊരു ദിവസം നമുക്കില്ല, ഷവർമ ഇല്ലാത്തൊരു ദിവസം നമുക്കില്ല, പൊറോട്ടയും നല്ല ബീഫ് പരട്ടിയതും ഇല്ലാത്ത ഒരൊറ്റ ദിവസം നമുക്കില്ല. ശമ്പളം എത്ര? 10,000, 12,000, 7,500. മറ്റവർക്ക് എത്ര ശമ്പളം? 2 ലക്ഷം, 3 ലക്ഷം. തുപ്പല് വിഴുങ്ങിയാ ജീവിക്കുന്നത്. തുപ്പല് വിഴുങ്ങിട്ട് വെള്ളം പോലും കുടിക്കൂല. 2 മണിക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് വന്നിരുന്നാൽ രാത്രി 12 മണി വരെ ഇഷ്ടം പോലെ ഉണ്ടാക്കി ചാക്കിനകത്ത് കയറ്റിക്കൊണ്ടുപോകും. രാവിലെ സുബഹിക്ക് മുമ്പേ തുടങ്ങും അടുത്ത ട്രീറ്റ്മെന്റ്. എന്താ ഫായിദ? എന്താ ഫായിദ പറയും? ഈ പണം ഉണ്ടാക്കി വെച്ചിട്ട് സൂഹിക്കാനുള്ള തൗഫീഖ് ഉണ്ടോ? നമ്മൾ ചിന്തിച്ചു നോക്കി. അല്ലാഹ് നമുക്ക് ഇത് ഇത്ര വലിയ നിഅമത്താണ്. എത്ര വലിയ നിഅമത്താ സുഹൃത്തുക്കളെ. ഒരു ആലിം എന്ന് കേട്ടാൽ ആളുകൾക്ക് വലിയ സന്തോഷമാണ്. ഇപ്പൊ ഞാൻ ഫഖർ പറയല്ല. ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അത് ഫഖറായിട്ട് നിങ്ങൾക്ക് തോന്നും. നിങ്ങൾ ഫഖറായിട്ട് എടുക്കരുത്, ഒരിക്കലും പറയല്ല. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ബ്ലോക്കായി ഞാൻ തൊപ്പിയൊക്കെ ഊരി വെച്ചിട്ട് യാത്ര ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ തൊപ്പി എടുത്ത് വെച്ചിട്ട് EP ഉസ്താദ് പരിപാടി പെട്ടെന്ന് ആള് മാറ്റി റെഡിയാക്കി തന്നെ പോകാൻ. ആ ഒരു വില അല്ലാഹു തആല കൊടുത്തതാണ്. ആലിമ്യങ്ങൾ അതുകൊണ്ടല്ലേ. ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറിയാൽ, എവിടെയെങ്കിലും ഒരു കടയിൽ കയറിയാൽ ഉസ്താദാന്ന് അറിയുമ്പോൾ കുറച്ച് പൈസ കുറച്ച്, അതൊക്കെ അവരൊരു മഹത്വം, അവരൊരു ബഹുമാനം. നമ്മളാരെങ്കിലും പട്ടിണിയിലായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? നമുക്ക് അല്ലാഹു തആല വീട്, നമുക്ക് അല്ലാഹു തആല ഇസ്സത്ത്, നമുക്ക് അല്ലാഹു തആല അഭിമാനം, ഏറ്റവും നല്ല റാഹത്തായ ഭക്ഷണം, നല്ല വസ്ത്രം, ഇതൊക്കെ കഴിച്ചു ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ആലിമീങ്ങളല്ലേ. യർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അല്ലാഹ് വെറുതെയാണോ നമുക്ക് ഇൽമ തന്നത്? ഈ ഇൽമ എവിടുന്ന് വന്നതാ? ഇൽമ ആരാ പഠിപ്പിച്ചത്? നമ്മുടെ ഇൽമിന്റെ ഉസ്താദ് ആരാ? വെറുതെയാണോ ആലിമീങ്ങളെ വാർത്തെടുക്കുന്നത്? 301ഓളം ആലിമീങ്ങൾക്ക് 43 വർഷം ജന്മം നൽകിയ സ്ഥാപനം ഇതാണെങ്കിൽ വെറുതെയാണോ? ഇൽമു പഠിപ്പിച്ച ഉസ്താദ് ആരാണെന്ന് നിങ്ങൾക്കറിയോ? മുഅല്ലിം ആരാണെന്നറിയോ? ഖുൽ നബിയേ പറയണേ, ഇന്നമൽ ഇൽമു ഇൻദല്ലാഹ്. ഇൽമു അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുമുള്ളതാണ് കേട്ടോ. ആരാത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഈ കാണുന്ന ഉസ്താദന്മാരല്ല. ആ ഉസ്താദിന്റെ കോലത്തിൽ വന്ന് പഠിപ്പിക്കുന്നത് ആരാണെന്നറിയുമോ? നിങ്ങളുടെ മുഅല്ലിം, മുദർരിസ്, ഉസ്താദ്, പ്രൊഫസർ എന്ന് പറയുന്നത് അല്ലാഹുവാണ്. അല്ലാഹുവാണ് നമുക്ക് ഇൽമു പഠിപ്പിച്ചു തരുന്നത്. അവന്റെ ഇൽമാണ് അല്ലാഹു നമുക്ക് എത്തിച്ചു തരുന്നത് കേട്ടോ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു ആദരിച്ചു, ബഹുമാനിച്ചു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആദം നബിയെ ആദരിച്ചത് ഇൽമു കൊടുത്തിട്ടാണ് ആദരിച്ചത്. ലൗ കാന ഫിൽ കൗനി അശ്റഫ മിനൽ ഇൽമി ലകാന ഇൽഹാറു ഫളിഹി ബിദാലിക ശൈഇ. ഇൽമിനേക്കാൾ വലിയ മഹത്വമുള്ള വസ്തുക്കൾ ലോകത്ത് വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അല്ലാഹു തആല ആദം നബിയെ ശ്രേഷ്ഠനാക്കാൻ, ആദരിക്കാൻ ആ ഇൽമല്ലാത്ത വസ്തു അല്ലാഹു തആല ആദമിന് നൽകുമായിരുന്നു. പക്ഷേ ആദമിനെ അല്ലാഹു ആദരിച്ചത് ഇൽമു കൊണ്ടാണ്, ഈ അറിവ് കൊണ്ടാണ്, ഈ വിജ്ഞാനം കൊണ്ടാണ്. അതാണ് ഏറ്റവും വലിയ മഹത്വം. ഏറ്റവും വലിയ മഹത്വം അതായത് കൊണ്ട് അല്ലാഹു ആദരിച്ചത് ആദമിനെ ഇൽമു കൊണ്ടാണ് ആദരിച്ചത്. ചെറിയ പണിയല്ല അത്. അല്ലാഹുവാണ് പഠിപ്പിച്ചത്. അല്ലാഹുവാണ് നമ്മുടെ മുദർരിസ്, മുഅല്ലിം. അല്ലാഹുവാണ്, ചെറിയ കാര്യമല്ല അത്. ഇന്നമാ ബുഇസ്തു മുഅല്ലിമാ. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഞാനൊരു മുഅല്ലിമായിട്ടാണ് എന്നെ അല്ലാഹു ഈ ലോകത്ത് പരിചയപ്പെടുത്തിയത്. ഇന്ന് നമ്മൾ മുത്തഅല്ലിമാണ്. ഇന്ന് മുത്തഅല്ലിമാകുമ്പോ വലിയ വിനയമാണ്, തവാളുആണ്. ഉസ്താദ് വന്നാലും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന കോഴിയുടെ കൂട്ട്. വലിയ ആരെങ്കിലൊക്കെ വെളിയിൽ നിന്ന് ഉസ്താദ് വരുന്ന മുത്തഅല്ലിം. ഇപ്പൊ ഇന്ന് നാളെ മുതൽ നിങ്ങൾ മുത്തഅല്ലിം അല്ല, നിങ്ങൾ മുഅല്ലിമായി. താ അങ്ങ് പോയി. താ പോയപ്പോ ചായ കൊണ്ടുവാ, വെള്ളം എടുത്തു. ആരെങ്കിലും ഉസ്താദ് വന്ന ആ ഉസ്താദ് പോയി ഇന്നലെ ഉസ്താദെ. അപ്പൊ മുത്തഅല്ലിമിന്റെ താ എന്ന തവാളു ഇന്നത്തോടു കൂടി ക്ലിയർ ചാറ്റായി, ഡിസ്മസ്. ആ താ പോയാ പിന്നെ മുഅല്ലിമായി. മുഅല്ലിമാരായി, കിബറായി.
നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഖിദ്മത്ത് ചെയ്യാൻ ഇങ്ങോട്ട് ആൾ വരണം. നമ്മൾ പിന്നെ ഓരോരുത്തർ ഓർഡർ ഇടും, അവരിങ്ങോട്ട് വാ ഇവരിങ്ങോട്ട് വാ. ഭയങ്കര തവാദുവല്ലേ? ആര് വന്നാലും എന്തെല്ലാം ഖിദ്മത്താ പടച്ചവനെ. ആരെങ്കിലുമൊക്കെ മരിച്ചാൽ ദുആ ഇറക്കാനും മുത്തഅല്ലിം നേരത്തെ പോയിരിക്കും. മുഅല്ലിമാകുമ്പോ മയ്യത്തെടുക്കാറാവുമ്പോഴേ വരുള്ളൂ ഉസ്താദ് കേട്ടോ. ലാസ്റ്റ് ഘട്ടത്തിൽ ദുആ ചെയ്യാൻ മാത്രം മുഅല്ലിമായി. അതല്ല നമുക്ക് വേണ്ടത്. നമുക്ക് എപ്പോഴും മരണം വരെയും നമുക്ക് വേണ്ടത് തവാളുആണ്. ഇന്ന തവാളുഅ മിൻ ഖിസാലിൽ മുത്തഖി വബിഹി തഖിയു ഇലൽ മആലി യർതഖി. മൻ തവാളഅ റഫഅഹു അല്ലാഹ് വമൻ തആളമ വളഅഹു അല്ലാഹ്. തവാളുഉ വിനയം നമുക്ക് മരണം വരെ നമുക്ക് വേണം കേട്ടോ. ഒരിക്കലും നമുക്ക് ഒരാളോടും അസൂയ പാടില്ല കേട്ടോ. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു വലിയ പണ്ഡിതനായിരുന്നു, ആലിമായിരുന്നു. അദ്ദേഹത്തെക്കാൾ വലിയ പണ്ഡിതനായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് അടക്കിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ അടക്കം ചെയ്തത് വലിയ ഒരു വിജ്ഞാന കോശമാണ് കേട്ടോ. നമുക്കൊന്ന് നഷ്ടപ്പെട്ടത് വലിയ ഒരു വിജ്ഞാനത്തിന്റെ വാതിലാണ് കേട്ടോ. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റഈസുൽ മുഫസ്സിരീൻ. റഈസുൽ മുഫസ്സിർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല പറഞ്ഞ വലിയ ആലിമ. പക്ഷേ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞാണ് വലിയ ആലിമാണെന്ന്. അവിടെ വിനയം അവർ കാണിച്ചത്. ഇത് എന്നെക്കാൾ വലിയൊരു ആലിമില്ല എന്നുള്ള ചിന്ത നമുക്ക് വന്നു പോകുന്നു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെക്കാൾ വലിയൊരു ആലിമില്ല എന്നുള്ള ചിന്ത വന്നു പോകുന്നു. ഇമാം ഷാഫി റളിയല്ലാഹു തആലാന്റെ കാലഘട്ടത്തിൽ ഷാഫി ഇമാമിന്റെ വീട്ടിലേക്ക് ധാരാളം ആളുകൾ ഒഴുകി വരുന്നത് കണ്ടിട്ട് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ആലിമിന് വലിയ അസൂയ. അദ്ദേഹം ദുആ ചെയ്തു, ഷാഫി ഇമാം മരിക്കണേന്ന്. എല്ലാരും അങ്ങോട്ടല്ലേ വരുന്നത്. ഷാഫി ഇമാം മരിക്കാൻ വേണ്ടി ദുആ ചെയ്തു. ഷാഫി ഇമാം റഹ്മഹുല്ലാഹ് കേട്ടിട്ട് പറഞ്ഞു, മരണം എനിക്ക് മാത്രം ഉണ്ടെങ്കിലല്ലേ അയാളുടെ ദുആ സ്വീകരിക്കുള്ളൂ. അയാൾ മരിക്കുന്ന കാര്യം ഇന്നക്ക മയ്യത്തുൻ വഇന്നഹും, അത് ഇന്നക്കാന്ന് നീയാ മരിക്കാന്നല്ല അവർ ഖുർആനിൽ പറഞ്ഞത്. അപ്പൊ എനിക്ക് മാത്രം മരണം വിധിക്കുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ ദുആക്ക് ഖബൂലിയത്തുണ്ട്, ഇല്ലെങ്കിൽ ഖബൂലിയത്തില്ല. അപ്പം ഹസദ് നമുക്ക് പാടില്ല. ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന 6 കൂട്ടം ആളുകളുണ്ട്. ഹിസാബില്ലാതെ നരകത്തിൽ പോകുന്ന 6 കൂട്ടം ആളുകൾ ഒന്നാണ് അൽ ഉലമാഉ ബിൽ ഹസദ്. ഹസദ് പിടിച്ച ആലിമീങ്ങൾ നരകത്തിൽ പോകും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. നമ്മളെന്തിനാ ഹസദാക്കുന്നത്? നമ്മളെന്തിനാ ഹസദ് ചെയ്യുന്നത്? അല്ലാഹ് നമുക്ക് തന്ന നിഅമത്ത് അല്ലാഹു അൽഹംദുലില്ലാഹ് എനിക്ക് തന്നിട്ടുണ്ടല്ലോ പടച്ചവനെ, അതിൽ നമ്മൾ ശുക്ർ ചെയ്യും. നമുക്കിപ്പോൾ എല്ലാവരെയും പോലെ യൂസുഫ് വലിയ പോലെ ആവാൻ പറ്റുമോ? അല്ലെങ്കിൽ നമുക്ക് ഒരുത്തന്നെ വലിയ വണ്ടി കണ്ടിട്ട്, ഒരുത്തന്റെ വലിയ സെറ്റപ്പ് കണ്ടിട്ട്, ഒരുത്തന്റെ വലിയ ആഡംബരം കണ്ടിട്ട് നമുക്കിപ്പോൾ അതുപോലെ ആകണം നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? നീ എനിക്ക് തന്ന ഈ നിഅമത്ത് നീ നിലനിർത്ത് അല്ലാഹ് എന്നുള്ള ദുആ വേണം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി ചെയ്തതുപോലെ, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വാപ്പയാണ് സുലൈമാൻ നബി. അല്ലാഹു തആല നിഅമത്ത് ചെയ്തു കൊടുത്തു. ആ നിഅമത്ത് നിലനിർത്താൻ വേണ്ടി ദുആ ചെയ്തു. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. ഇന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബ്, ബഹുമാനപ്പെട്ട സൽമാൻ സാഹിബ്, ബഹുമാനപ്പെട്ട ഇതിന്റെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി അവരുടെ മക്കള് അവരിന്ന് ദുആ ചെയ്യേണ്ട ദുആയാണ്, പടച്ച റബ്ബേ ഞങ്ങളുടെ വാപ്പയാണ് ഇതിന് തുടക്കം കുറിച്ചത്. അല്ലാഹുവേ ആ ഒരു മാർഗത്തിലൂടെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ നിയ്യത്ത് പോലെ റബ്ബേ ആ വാപ്പാന്റെ പൊരുത്തത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിൽ വ്യതിചലിക്കാതെ ഇത് നിലനിർത്തി നിനക്ക് ശുക്ർ ചെയ്യാനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാ എന്നായിരിക്കണം ആ മക്കളുടെ ദുആ. ആ മക്കളുടെ ദുആ അതാണ്. അതുകൊണ്ട് തന്നെയാണ് ആ മക്കൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ആ മക്കളുടെ ദുആ ഇതായിരിക്കണം. ആര് ചെയ്ത ദുആ ഇത്? സുലൈമാൻ നബി ചെയ്ത ദുആയാണ്. സുലൈമാൻ നബി ചെയ്ത ദുആ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ. എനിക്കും എൻ്റെ വാപ്പാക്കും നീ ചെയ്ത നിഅമത്ത് അല്ലാഹ് നീ ഉദ്ദേശിക്കുന്ന പോലെ നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാൻ പ്രചോദനം തരണേ അല്ലാഹ്. മഹാന്മാർ പറയുന്നു ഈ ആയത്ത് എല്ലാ നിസ്കാര ശേഷവും 3 പ്രാവശ്യം വീതം നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളുടെ റിസ്ഖിന് ഒരു കുറവും വരില്ല, ശരീരത്തിന് ഒരു മാരക രോഗങ്ങൾ ഉണ്ടാവില്ല. മഖ്ബൂലായ ദുആയിൽ മഹാന്മാർ പറയുന്നുണ്ട് ഈ ദുആ ചെയ്യണം. റബ്ബി ഔസിഅനി അൻ അഷ്കുറ, മക്കളും പഠിച്ചു പോവില്ല. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തറല്ലാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫി ഇബാദിക സ്വാലിഹീൻ. നമ്മൾ സാലിഹീങ്ങളിൽ പെടും.
ബഹുമാനമുള്ള സഹോദരങ്ങളെ, അതിന്റെ ഒരു ഏറ്റവും വലിയൊരു വിളക്കാണ് നമ്മുടെ ഇപ്പോൾ അൽഹംദുലില്ലാഹ് മുത്തവല്ലികളായിരിക്കുന്ന ഇവര് ഇത് ഏറ്റെടുത്തത്. അല്ലാഹു തആല വലിയ ബർക്കത്ത്, വലിയൊരു സ്ഥാപനം ഞാൻ അപ്പുറത്ത് കണ്ടു. ഇന്നൊക്കെ എന്ത് ത്യാഗം സഹിക്കണം. ഒരു ഞാനും മദ്രസ നടത്തുന്ന ആളാണ്. ഓരോ മാസം 29 ആവുമ്പോഴത്തേക്കും പ്രശ്നം നടക്കും, വിഷമം വരും. എങ്ങനെ അവിടച്ചവനെ റബ്ബേ, അവരുടെ ചാപ്പാട്, അവരുടെ ശമ്പളം, ഉസ്താദന്മാരുടെ ശമ്പളം, ഇതൊക്കെ വലിയ ടെൻഷനാണ്. മുജീബ് മൗലവിയൊക്കെ ഓടുന്ന ഓട്ടം നമുക്കറിയാം. ടെൻഷൻ അടിക്കുക, ഓടാ, ഒരു സമയത്തിന് വേണ്ടി ഓടുവാൻ ഓരോരോ ടെൻഷനാണ്. എനിക്കറിയാം, വെല്ലൂര് അതിനടുത്ത് ഉമറാബാദ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു മദ്രസയുണ്ട്. അടുത്ത ഒരു ഉസ്താദിന്റെ ദുആ, അല്ലാഹു വയസ്സനായ ഉസ്താദാണ്, ഉള്ളിയില്ല, സവാള ഇല്ല. അദ്ദേഹം ഒരിക്കൽ ദുആ രക്കാണ്, അല്ലാ ഇറയുവാ, എണ്ണയ്ക്ക് ഉള്ളി ഇല്ല ഇറയുവാ, വെങ്കായം ഇല്ല ഇറയുവാ, അരിസി ഇല്ല ഇറയുവാ. അദ്ദേഹം ദ്വാരക്ക് വയസ്സായ ആളെ ചോദിക്കുക, ഉള്ളിക്ക് വേണ്ടി അള്ളാഹുടെ ദ്വാരക്ക് അദ്ദേഹം. നമുക്ക് ചിരി വരും ഹബീബേ, നമുക്ക് ചിരി വരും. അദ്ദേഹത്തിന്റെ ദ്വായ, ഉള്ളിയില്ല, അരിയില്ല, നാളെ മക്കൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല. ചോദിച്ച് ആരോ കൊണ്ട് കൊടുക്കുന്നത് പോലെ ചോദിച്ച് വാങ്ങാണ്. എന്തൊരു തവക്കുല് ആലോചിച്ചു. നമ്മളൊക്കെ എത്ര പേരുടെ വാതിൽ മുട്ടണം പടച്ചവനെ, എത്ര പേരുടെ വാതിൽ പോയി മുട്ടണം. മുട്ടിയാലോ അവരുടെയൊക്കെ വാക്ക്, അവരുടെയൊക്കെ സംസാരങ്ങൾ, അവരൊക്കെ കേൾക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്. ഞാൻ സൗദിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഒരു അറബി ദീനിന്റെ കാര്യത്തിന് വേണ്ടി വലിയൊരു സമ്പന്നനെ കാണാൻ പോയി. സമ്പന്നന്റെ മുന്നിൽ പോയിട്ട് ചോദിച്ചു, ദീനിന്റെ മദ്രസ നടത്തുന്ന കുട്ടികൾക്ക് അള്ളാഹുവിന്റെ ഇതിന്റെ പഠിക്കാൻ വേണ്ടി അതിൽ സഹായം ചെയ്യണം. അയാൾ കാർക്കിച്ച് തുപ്പി ആ ആലിമായ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ടിഷ്യൂ പേപ്പർ എടുത്ത് മുഖം തുടച്ചിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഞാനിപ്പോ ചോദിച്ചതിന്റെ ശിക്ഷ നിങ്ങൾ എനിക്ക് തന്നു, ഇനി മദ്രസയ്ക്ക് എന്തെങ്കിലും തരണേ. അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വന്നു, അതിനെ നിങ്ങൾ എന്നെ ശിക്ഷിച്ചു, കാർക്കിച്ചു. എനിക്ക് അതിൽ വിഷമമില്ല, എന്റെ മക്കള് കളിമോടിക്കാൻ, അവർക്ക് എന്തെങ്കിലും തന്നെ. ആ ഒരൊറ്റ വാക്ക് അദ്ദേഹത്തെ മാറ്റിമറിച്ചു. ആ സ്ഥാപനം മൊത്തം അയാളെ ഏറ്റെടുത്തു. ഒരൊറ്റ വാക്ക്. നമ്മളൊക്കെ ആകുമ്പോ എന്താ, നമ്മളൊരു സ്ഥാപനത്തിൽ ഒരാൾക്ക് വേണ്ടി പോകുമ്പോൾ അവരുടെ പലതും കേൾക്കണം, അത് കേൾക്കണം, എന്നാലേ നമുക്ക് ഒരു ഈമാൻ ഉണ്ടാവുള്ളൂ. അവർ വിളിക്കട്ടെ, ഇത് നമ്മുടെ മക്കളെ കെട്ടിക്കാനല്ല, നമ്മുടെ മക്കൾ ഈ പിഴച്ചു പോകാതിരിക്കുന്ന. ഇന്നിവിടെ ഈ 301ഓളം കുട്ടികൾ ഈ 43 വർഷം കൊണ്ട് ഇവിടെ നിന്ന് ആലിമായി. അതിന്റെ കാരണക്കാരാരാണ്? 280ഓളം കുട്ടികൾ ഹാഫിളായി. അവരിനി മരണം വരെ ഏത് കോണിൽ പോയിരുന്നു ഓതിയാലും അതിന്റെയൊക്കെ സവാബ് കവറി ഇറങ്ങൂലേ? അതിന്റെയൊക്കെ സവാബ് കവറി ഇറങ്ങൂലേ? ആ ത്യാഗം അനുഭവിച്ചതിന്റെ പേരിൽ. അപ്പൊ നമ്മൾ ഈ മദ്രസ ഉണ്ടാക്കുന്നതും ഈ മദ്രസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതും ഇതിനു വേണ്ടി പല വാതിലുകളും മുട്ടുന്നതും അവരിൽ നിന്ന് പല നിന്ദ്യതകളും എളുഭ്യതകളും നമ്മൾ കേൾക്കേണ്ടി വരുന്നതും നമുക്ക് വേണ്ടിയല്ല, എല്ലാം അല്ലാഹുവിന് വേണ്ടിയിട്ടാണ്. നമ്മളിത് വിട്ടിട്ട് പോകാനല്ല, നമ്മളത് ഒഴിവാക്കിയിട്ട് പോകലല്ല. നമുക്ക് മദ്രസകൾ വളർന്നുകൊണ്ടിരിക്കണം, നമ്മുടെ മക്കളെ പഴിച്ചു പോകാതിരിക്കണം, നമ്മുടെ മക്കളെ മാതാപിതാക്കൾ മനസ്സിലാക്കണം. നമ്മുടെ മാതാപിതാക്കൾക്ക് മരണപ്പെട്ടതിന് ശേഷം ദുആ ചെയ്യാനുള്ള ഒരു സ്വാലിഹായ കുട്ടിയെ നമ്മൾ വാർത്തെടുക്കണം. നമുക്കതാണ് വേണ്ടത്. കുറെ മക്കളുണ്ടായിട്ടൊന്നും കാര്യമില്ല, കുറെ മക്കളുണ്ടായിട്ട് നമുക്ക് അറിയില്ല. വാപ്പാക്ക് ഉമ്മാക്ക് ഗുണമുള്ള മക്കളെ വേണം. അതിന് ഇൽമു പഠിക്കണം, അതിന് ത്യാഗമാണ് ഇൽമു. ഞാനൊക്കെ ഇൽമു പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, 1985 ഇപ്പോഴൊക്കെ ഹൈടെക്കാ നിങ്ങളൊക്കെ, മാഷാ അല്ലാഹ്, ഹൈടെക്. അന്നൊക്കെ 8ഉം 10ഉം പേരും വലിയ സഹലിൽ ഭക്ഷണം കഴിച്ച്, അതൊക്കെ ചേന പുഴുങ്ങിയ വെള്ളം മാത്രം, സുബ്ഹാന റബ്ബി, അത് ചാപ്പ ചോറൊക്കെ വാരി തിന്നതിന് ശേഷം വലിയൊരു കായൽ പോലെ കിടക്കും വെള്ളം. എല്ലാരും കുടിക്കണം. 10 വയസ്സിൽ 12 വയസ്സിൽ ആലോചിച്ച് നോക്കി. ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ മക്കളുടെ പഴങ്കഞ്ഞി കലക്കിക്കൊണ്ട് വെച്ച് ഞങ്ങൾ കുടിക്കും. ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്ന സാമ്പാറിലും പരിപ്പിലും ഉപ്പില്ലെങ്കിൽ ഉടനെ ഉപ്പ കുളിച്ചു പറയും, ഉപ്പ പറ്റുന്നില്ല ഉപ്പ, ഇവിടെ സാമ്പാറിൽ ഉപ്പില്ല ഉപ്പ, സാമ്പാറിൽ പല്ലി കിടക്കുന്നുപ്പ, പാറ്റ കിടക്കുന്നുപ്പ. എങ്ങനെയെങ്കിലും ഇവന് പോകാനുള്ള വെപ്രാളാ. അല്ല, പാറ്റ ഉണ്ടായിട്ടല്ല, അതിൽ പ്രാണി വീണിട്ടല്ല, ഇവന് പഠിക്കാൻ വയ്യ. ഇവനിങ്ങനെ എല്ലാം TV ഇതൊക്കെ കണ്ടിട്ട്, മൊബൈലും ഒക്കെ കണ്ട്, യൂട്യൂബെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഹാളളകിയിരിക്കണം, വൈബ്രേഷൻ ആയിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പാഞ്ഞു കിട്ടണം. അതിനുള്ള വഴി എന്താ? ഉസ്താദ് ഭയങ്കര അടിയപ്പ, ഒരു രക്ഷയില്ല. പാപം ജീവിതത്തിൽ തൊട്ടിട്ട് പോലുമില്ല ഉസ്താദ്. ഈ അടി എന്നുള്ള സാധനം എന്താണെന്നുള്ളത് മറന്നു. ഞാൻ പഠിക്കുമ്പോ ഇടിയാ കിട്ടിയത്, അടിയല്ല ഇടിയായിരുന്നു. എന്റെ 10 വയസ്സിൽ ഇടി ഉസ്താദ് ഇങ്ങനെ തലയൊക്കെ ഇത്രയും വീർത്തിട്ടുണ്ട്. ഇന്നായിരുന്നെങ്കിലോ ഞങ്ങൾ കേസ് കൊടുക്കാനൊന്നും പോയിട്ടില്ല. പല പ്രാവശ്യം ഇടിച്ചു, പല പ്രാവശ്യം വേദനിപ്പിച്ചു, പട്ടിണി കിട്ടു. 10 വയസ്സിൽ 12 വയസ്സിലൊക്കെ പട്ടിണി കിടക്കാന്ന് ആലോചിച്ചു നോക്കി. വായൊക്കെ നാറിയിട്ട് കുടലൊക്കെ ഉണങ്ങിയിട്ട്, ഓതാത്തതിന് പഠിക്കാത്തതിന്. അന്ന് ഇടിച്ചു. അന്ന് വാപ്പ എടുത്ത് പോയി പരാതി പറഞ്ഞു. വാപ്പ വീണ്ടും അത് ഉസ്താദ് മോനെ, വാപ്പായോട് ഉസ്താദ് പറഞ്ഞു, ഞാൻ അവന്റെ ഉസ്താദാണ്.
ഞാൻ അവന്റെ ഉസ്താദാണ്, അവന്റെ മുഅല്ലിം ഞാനാണ്. ഇഷ്ടമുള്ള പോലെ ചെയ്തോളി. തള്ളിയിട്ട് മൂപ്പിലങ്ങ് പോയി. ഇന്ന് ഈ മുബാറക്കായ മജ്ലിസിൽ വന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു നസീഹത്ത് ചെയ്യാൻ അല്ലാഹ് എനിക്ക് തൗഫീഖ് തന്ന അൽഹംദുലില്ലാഹ്. ഇന്ന് ആ ഉസ്താദിന്റെ ബർക്കത്താണ്, ആ ഉസ്താദിന്റെ തബറുക്കാണ്, ആ ഉസ്താദിന്റെ ദുആയാണ്. അന്ന് ആ ഇടി കൊണ്ട് ഞാൻ ഒളിച്ചോടി പോയിരുന്നെങ്കിൽ ഇന്ന് ഏതെങ്കിലും കോലത്തിൽ പോയി പാട്ടും പാടിയിട്ട് ഇസ്ലാമിന് എതിരെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഒത്തുപോയനെ. അല്ലാഹ് നമ്മളെ കാത്തുരക്ഷിച്ചു. അൽഹംദുലില്ലാഹ്. ഉസ്താദന്മാര് നിങ്ങൾക്ക് തരുന്ന തർബിയത്ത്, നിങ്ങളൊരു അടിയടിച്ചതിന്റെ പേര് വാപ്പായെ വിളിച്ചു പറയലല്ല വേണ്ടത്, ഉമ്മയെ വിളിച്ചു പറയലല്ല വേണ്ടത്, പോലീസിൽ കേസ് കൊടുക്കലല്ല വേണ്ടത്. എന്തിനാണ് എന്റെ വാപ്പ ഉസ്താദ് അടിച്ചത്? എന്തിനാണ് എന്നെ അടിക്കുന്ന ഉസ്താദ്? നമുക്കൊരു ഭീഷണി ഇല്ലാതെ, നമുക്കൊരു വേദന ഇല്ലാതെ, ഒരു ശിക്ഷണ നടപടി ഇല്ലാതെ ഇൽമോടിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇന്നത്തെ പഠിത്തം എന്താ? ഇന്ന് അറബി കോളേജ് മദ്രസകൾ, നാട്ടിലെ മദ്രസകളൊക്കെ ഉണ്ടല്ലോ, ഒരു കുട്ടിക്ക് ഒരു ലഫ്ള് അറിയില്ല. ഒരു കുട്ടിക്ക് ഒരു ലഫ്ള് അറിയില്ല. കാരണം എന്താ? തൊടാൻ പാടില്ല, ഭീഷണിപ്പെടുത്താൻ പാടില്ല. പിന്നെ എന്താണ്? ഉമ്മ വെച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റുമോ? നീ ഭാരതം എന്താണ് തെറ്റിയത്? നീ ഇതെന്താ ഇവിടെ തന്നെ തെറ്റി? എഴുതിക്കൊണ്ടോ ഹോംവർക്ക് ഹോംവർക്ക് ചെയ്തോണ്ട് വന്നിട്ടുണ്ടല്ലോ. നാളെ മൂന്ന് പ്രാവശ്യം ഞാൻ അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുമോ? എന്ത് പഠിപ്പിക്കാ ഇത്? അവിടെ മക്കളെന്തായി? ഖുർആൻ തോതാൻ അറിയോ നിങ്ങളുടെ മക്കൾക്ക്? സ്കൂളിലും കോളേജ് ക്യാമ്പസിൽ പോയിട്ട് അടിയോടടി, ഇടിയോടെ ഇടി, മൂത്രമൊഴിക്കാൻ കഴിയുന്നില്ല, ചോര വരുന്നു. എന്താ സംഭവം? 9ാം ക്ലാസ്സിലുള്ള പയ്യന്മാര് എന്നെ അടിച്ച് കേസില്ല, പോക്സ്കോ ഇല്ല, ഒരു സാധനം അവിടെ ഇല്ല, അവന്റെ മൂത്രം വരെ പോകുന്നില്ല. ആരോട് പരാതി പറയും? ഇവിടെ ഉസ്താദ് ഒരു തർബിയത്തിന് ഒരു അടി അടിച്ചപ്പോ ഉടനെ ഉപ്പാക്ക് പരാതി. ഉപ്പ എന്നാ മനസ്സിലാക്കണ്ടേ എന്തിനാണ് നിന്നെ അടിച്ചത്? എന്താ മനസ്സിലാക്കേണ്ട വാപ്പമാര്? എന്തിനാ അടിച്ചത്? നമ്മളത് മനസ്സിലാക്കണം. നിങ്ങൾ ഇത്രത്തോളം മക്കൾക്ക് വലിയ ഹൈലൈറ്റ് ചെയ്ത് അവരെ പൊക്കി വെച്ചിട്ട് ഇൽമു പഠിപ്പിച്ചിരുന്ന ഉസ്താദുമാരെ നിങ്ങൾ അപമാനിക്കുമ്പോ നാളെ ഈ മക്കൾ നിങ്ങൾക്കെതിരെ തിരിയുമെന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത്. വല്ലാഹി അത് സംഭവിക്കും. അന്ന് ഈ വാപ്പ പറയും, അന്ന് ആ ഉസ്താദിന്റെ ശിക്ഷണത്തോടു കൂടിയാണ് നീ വളർന്നിരുന്നതെങ്കിൽ ഇന്ന് നീ എന്നോട് ഇങ്ങനെ പെരുമാറുമായിരുന്നില്ല. അന്ന് ഞാൻ അതിൽ നിന്ന് ആ ഉസ്താദിനെ ഞാൻ കുറ്റം പറഞ്ഞു. ആ ഉസ്താദിന്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. ആ ശാപം ഞാനിപ്പോ പേറിക്കൊണ്ട് നടക്കുകയാണ്. ഓരോ വാപ്പമാരും പറയേണ്ടി വരും. അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. ഇസ്കന്ദർ രാജാവ് അദ്ദേഹത്തിന്റെ ഉസ്താദിനെ അദ്ദേഹം വലിയ മഹത്വത്തോടെ കാണുന്നു. ഉസ്താദിനെ രാജാവാണ്, അദ്ദേഹത്തെ ഇൽമു പഠിപ്പിച്ച ഉസ്താദിനെ വലിയ മഹത്വത്തോടെ കാണുന്നു. ആളുകൾ പോയി ചോദിച്ചു, മാ ബാലുക തുഅല്ലിമു മുഅല്ലിമക, എന്താണ് നിങ്ങൾ നിങ്ങളുടെ ഉസ്താദിനോട് ഇത്രയ്ക്ക് വലിയ ആദരവും മഹത്വവും ബഹുമാനവും? അദ്ദേഹം പറഞ്ഞു, എന്റെ ഉസ്താദ് ലിഅന്ന മുഅല്ലിമി, എന്റെ ഉസ്താദ് ഹത്തനി ലിഅന്ന അബി, എന്റെ വാപ്പ ഹത്തനി മിനസ് സമാഇ ഇലൽ അർദ്, എന്റെ വാപ്പ എന്റെ ഉമ്മ, അതായത് നിങ്ങൾ നിങ്ങളുടെ വാപ്പായെക്കാളും ഉമ്മയെക്കാളും ഉസ്താദന്മാരെ ഇത്ര ബഹുമാനിക്കേണ്ട കാര്യം എന്താ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത്, എന്റെ വാപ്പ ആകാശത്ത് നിന്ന് എന്നെ ഭൂമിയിലേക്ക് ഇറക്കി കൊണ്ടുവന്നു. വഇന്ന മുഅല്ലിമി, എന്റെ ഉസ്താദ് റഫഅനി മിനൽ അർളി ഇലസ് സമാ ഐ ഇലൽ ജന്ന, എന്റെ ഉസ്താദ് എന്നെ ഈ ഭൂമുഖത്ത് നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്റെ വാപ്പ ആകാശത്ത് നിന്ന് എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുതന്നു. എന്റെ ഉസ്താദ് എന്നെ ഭൂമിയിൽ നിന്ന് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിങ്ങൾക്ക് തന്ന ഈ സനത് നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ പോകാനുള്ള സനതാണ്, നരകത്തിൽ പോകാനുള്ള സനതല്ല. ലിഅന്ന അബി സബബുൽ ലിഹയാത്തിൽ ഫാനിയ വഇന്ന മുഅല്ലിമി സബബുൽ ലിഹയാത്തിൽ ബാഖിയ. ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ഉസ്താദന്മാർ ആഖിറത്തിന്റെ അനശ്വരമായ ഭവനത്തിന്റെ ഉത്തരവാദിത്വം വഹിച്ച കാരണക്കാരാണവർ. അതിലേക്ക് ക്ഷണിക്കപ്പെടുന്നവരാണവർ. അതിലേക്ക് പോകാനുള്ള വഴികൾ തുറന്നു തരുന്നവരാണവർ. ഉമ്മയും ഉപ്പയും എന്ന് പറയുന്നത് ഈ നശിച്ച് നശ്വരമാകുന്ന ഈ ദുനിയാവിന് വേണ്ടിയുള്ള സബബാണ്, കാരണക്കാരാണ്. എക്കാലവും നിലനിൽക്കുന്ന സ്വർഗീയാരാമത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ വാപ്പാമാരെക്കാൾ ഉമ്മമാരെക്കാൾ ശ്രേഷ്ഠം നമ്മുടെ ഉസ്താദുമാർ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്,
അൽ ഉലമാഉ അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആബാഇഹിം വ ഉമ്മഹാതിഹിം. ഉലമാക്കൾ, ഉസ്താദുമാർ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിലെ ഇവരുടെ ഉപ്പയെ ഉമ്മയേക്കാൾ ഈ സമുദായത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയും കരുണയുള്ളവരുമാണ്. ലിഅന്ന ആബാഅഹും വ ഉമ്മഹാതിഹിം യഹ്ഫദൂനഹും മിൻ നാരി ദുനിയ. നമ്മുടെ മാതാപിതാക്കൾ ഈ ദുനിയാവിലത്തെ തീയിൽ നിന്നാണ് അവർ നമ്മളെ സഹായിക്കുന്നത്. ഒരടുപ്പിലേക്ക് കുട്ടി ഇഴഞ്ഞു പോകുമ്പോ, ഒരു വിളക്കെടുക്കാൻ വേണ്ടി കുട്ടി ഇഴഞ്ഞു പോകുമ്പോ പെട്ടെന്ന് ഉമ്മ ഓടിപ്പിടിക്കും ആ കുട്ടിയെ. മോനെ പോകല്ലേ മോനെ. ഒരു കിണറ്റിലേക്ക് വീഴാൻ പോകുന്ന കുട്ടി, ഒരു റോഡരികിലേക്ക് വാഹനത്തിന് മുന്നിലേക്ക് ഇഴഞ്ഞു പോകുന്ന കുട്ടിയെ ഓടിപ്പോയി ഒരു വാപ്പയും ഉമ്മയും പിടിച്ചുകൊണ്ടുവരും. പക്ഷേ എന്റെ ഉസ്താദ് എന്ന് പറയുന്നത് യഹ്ഫദൂനഹും മിൻ നാരിൽ ആഖിറ, ആഖിറത്തിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് എന്റെ ഉസ്താദാണ്, എന്റെ ഉസ്താദാണ്. ആലിമീങ്ങളുടെ പണി അതാണ്. നമ്മുടെ മക്കള് നരകത്തിൽ പോകാതിരിക്കാനുള്ള പണി എടുക്കുന്നത് ഇവിടെ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ വാക്കെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. അയൽപക്കത്തുള്ള മക്കളുടെ കാര്യമല്ല അല്ലാഹ് നമ്മളോട് പറഞ്ഞത്. ഏതെങ്കിലും അടുത്ത ജില്ലകളിലുള്ള മക്കളുടെ കാര്യമല്ല അല്ലാഹ് നമ്മളോട് പറഞ്ഞത്. വാപ്പമാരെ, ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷിക്കണം കേട്ടോ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. മാതാപിതാക്കളും മക്കളും നാളെ നരകത്തിൽ നിന്ന് സൂക്ഷിച്ചോ. അല്ലാഹ് മറ്റുള്ളവരെ നോക്കാനാണ് പറഞ്ഞത്. എന്റെ മുന്നിലിരിക്കുന്ന വാപ്പമാർ, ഇവിടെ ഇരിക്കുന്ന ഉമ്മമാർ, നമ്മുടെ മക്കളുടെ കാര്യം നമ്മൾ സൂക്ഷിക്കാനാ പറഞ്ഞത്. നമ്മൾ ജോലിക്ക് കടയിൽ നിൽക്കുമ്പോ പെട്ടെന്നൊരു ഫോൺ വരുന്നു. ഭാര്യ വിളിക്കാൻ 3 വയസ്സുള്ള കുട്ടി, ഭയങ്കര ചൂട്, പനി ഭയങ്കരമായിട്ട് ചൂട്. പെട്ടെന്ന് വിളിക്കുന്നത് ആരാ? ഇക്കായ. നിങ്ങൾ എവിടെയുണ്ട് ഇപ്പൊ? എന്താ സംഭവം പറയും. ഞാൻ ഇപ്പൊ കുറച്ച് തിരക്കുള്ള മഞ്ചേരി ടൗണിലുള്ള കുട്ടിക്ക് ഭയങ്കര ചൂട്, ഭയങ്കര പനി. പെട്ടെന്ന് പറഞ്ഞു നിങ്ങൾ എല്ലാ ജോലിയും മാറ്റി വെച്ചിട്ട് ഈ വാപ്പ പെട്ടെന്ന് ഓടും. കുട്ടി എന്റെ കുഞ്ഞാണ്, എന്റെ കുഞ്ഞ്, ഭയങ്കര ചൂട്, ആരുമില്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ. ഭയങ്കരമായിട്ട് കുട്ടി പേടിച്ച് വിറച്ചിങ്ങനെ കിടക്കാണ്. ഒരു കാറിൽ കൊണ്ടുപോയ ഹോസ്പിറ്റലിൽ എത്തൂല. പെട്ടെന്ന് ആംബുലൻസ് വിളിക്കും. ആംബുലൻസ് വിളിച്ചിട്ട് ആ കുട്ടിയെ അതിലേക്ക് കയറ്റി വാപ്പയും ഉമ്മയും കൂടെ പെട്ടെന്ന് 100-120 മൈൽ സ്പീഡിൽ കൊണ്ട് പ്ലീസ് പെട്ടെന്ന് പോകണം, എങ്ങനെ കുട്ടിയെ ഒന്ന് രക്ഷപ്പെടുത്തണം, കുട്ടിയെ രക്ഷപ്പെടുത്തണം. ദുനിയാവില് വാപ്പാക്ക് ഒരു കുട്ടിയോടുള്ള ബാധ്യത. ഈ വാപ്പ ഈ കുട്ടി നാളെ നരകത്തിൽ പോകുന്ന കാര്യത്തെ കുറിച്ച് എന്താ ഇത്ര ഫിക്ർ കാണിക്കാത്തത്? ദുനിയാവിൽ ഈ കുട്ടിക്ക് ചൂട് വന്നപ്പോ ഈ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി വാപ്പയും ഉമ്മയും എന്ത് പരിശ്രമമാ. ഉടനെ എല്ലാവരെയും വിളിച്ചു പറയും, ഒന്ന് ദുആ ചെയ്യണം, കുട്ടിക്ക് സുഖമില്ല, ഹോസ്പിറ്റലിൽ ഒന്ന് ദ്വാരക്കണം, ഒക്കെ ശരി തന്നെ. ഇതേ വാപ്പക്ക് എന്തുകൊണ്ടാണ് എന്റെ മക്കള് പിഴച്ച് നരകത്തിലേക്ക് പോകുന്ന വഴികൾ ചെയ്തിട്ട് ഇവരെ ഒന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കാനുള്ള പണിയെടുക്കാൻ ഈ വാപ്പക്ക് എന്താ ഒരു ഇത്ര വ്യഗ്രത ഇല്ലാത്തത്? കേവലം നശ്വരമായ ദുനിയാവിന് വേണ്ടി മക്കളും വാപ്പയും ജീവിക്കുന്നത് കൊണ്ടാണ്. അനശ്വരമായ ആഖിറത്തെ കുറിച്ച് വിശ്വാസം ഇല്ലാത്തതിന്റെ പേരിലാണ് നമ്മുടെ ഇബ്രാഹിം ഹാജി കിടന്ന് ഉറങ്ങുന്നെങ്കിലുണ്ടല്ലോ, ഈ ആലിമീങ്ങളാക്കിയ, ഈ ഹാഫിളീങ്ങളായ ഈ മുഫ്തിമാര് ഈ ദുനിയാവിൽ എവിടെയെല്ലാം പോയി ഇൽമു പറഞ്ഞു കൊടുക്കുന്നു, അതിന്റെയൊക്കെ സവാബ് ആസ്വദിച്ച് കിടക്കുകയാണ്. ഞാൻ ഈ വാഴ് പറഞ്ഞു, ഞാൻ നാളെ മരിച്ചു പോയാല് എന്റെ ഈ വാഴ് കൊണ്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഒരു മിസ്ലു സവാബ് എനിക്ക് കിട്ടും. കാരണം ഇൽമു ചെറിയ രീതിയിൽ കിട്ടൂല. ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞ വലിയൊരു മഹാനായ മുഹദ്ദിസ് ഉണ്ടായിരുന്നു. അദ്ദേഹം അന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നിപ്പോ നിങ്ങളൊക്കെ ഇത്ര ദൂരത്തു നിന്നൊക്കെ വരുന്നവരായിരിക്കും ഇവിടെ ഇൽമു പഠിക്കും. മഞ്ചേരി, രജുമുലുദ, തിരുവനന്തപുരത്ത് നിന്നുള്ളവരുണ്ടാവും, കൊല്ലത്ത് എന്റെ ജില്ലക്കാരുണ്ടാവും, ഒരുപാട് പേരുണ്ടാവും. ഭയങ്കരമായിട്ട് ഇത്ര ദൂരെ മക്കളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അടുത്ത് മദ്രസയൊന്നുമില്ലേ? ഇത്ര ദൂരമൊക്കെ മക്കളെ കൊണ്ടുപോയാൽ നമുക്ക് മക്കളെ ഒന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്യും? ഇൽമിന്റെ മഹത്വം അറിയണമെങ്കിൽ, പഠിക്കണമെങ്കിൽ, അത് മനസ്സിലാക്കണമെങ്കിൽ ദൂരയാത്ര ചെയ്യണം, ദൂരെ പോയിട്ട് പഠിക്കണം. എന്നാൽ അതിന്റെ ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു തആല അൻഹു സ്പെയിനിൽ നിന്ന് 1000 കിലോമീറ്റർ നടന്ന് ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി ബഗ്ദാദിലെത്തി. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ആ നാട്ടിലെ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടി അത്തവീലത്തു ശുഊറുഹും അൽവസീഖത്തു സിയാബുഹും അൽമുശഖഖത്തു അർജുലുഹും. മുടി വെട്ടാൻ സമയമില്ല, എവിടെ ബാർബർ ഷോപ്പ്, നല്ല പൈസ ഇല്ല, മുടിയൊക്കെ ഇങ്ങനെ വളർന്നു നടക്കാണ്. വസ്ത്രം മാറ്റാൻ കഴിവില്ല, മാർഗമില്ല, കുളിക്കാനോ നനയ്ക്കാനോ മാർഗമില്ല. അൽവസീഖത്തു സിയാബുഹും, വസ്ത്രം മുഴുവൻ അഴുക്കാണ്. അൽമുശഖഖത്തു അർജുലുഹും, കാറില്ല ഇന്നത്തെ പോലെ. ഇന്ന് നമ്മുടെ മക്കളെ തിരുവനന്തപുരത്തുനിന്നും കൊല്ലത്തുനിന്നും മഞ്ചേരിയിൽ കൊണ്ടുവരുന്നത് AC കാറിനകത്താണ്, അല്ലെങ്കിൽ AC ചെയർ ബുക്ക് ചെയ്ത് ട്രെയിനിനകത്ത് നമ്മൾ വരുന്നത്. ആ കുട്ടി ക്ഷീണം അറിയുന്നില്ല. മഹാന്മാരായ
മുഹദ്ദിഥീങ്ങളെ പണ്ഡിതന്മാര് ഇൽമു പഠിക്കാൻ ഇന്ന് നമ്മൾ വായിക്കുന്ന കിതാബുകൾ ഇത് നമുക്ക് ക്രോഡീകരിച്ച് നമ്മുടെ മുന്നിൽ എത്തിച്ചെന്ന ഈ പണ്ഡിതന്മാര് പഠിച്ച ഇൽമു ഒരൊറ്റ ഹദീസ് പഠിക്കാൻ 1000 കിലോമീറ്റർ യാത്ര ചെയ്തു ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു തആല അൻഹു അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളാഹുടെ അടുക്കലേക്ക്. അവിടെ എത്തിയപ്പോൾ എന്താ സംഭവം? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഇങ്ങോട്ട് വരല്ലേ, ഞാനൊരു നോട്ടപ്പുള്ളിയാണ്, ഗവൺമെന്റ് എന്നെ തടവിലാക്കിയിരിക്കുകയാണ്, വീട്ടു തടങ്കലിലാണ്, എന്റെ അടുക്കൽ വരുന്നവരെ മൊത്തം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം. ഞാൻ 1000 കിലോമീറ്റർ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് എന്റെ ശരീരമാസകലമെല്ലാം തകർന്ന് തരിപ്പണമായി വരികയാണ്, എന്നെ ഒന്ന് സഹായിക്കുക, ഒരു ഹദീസ് പഠിക്കാൻ ഒരൊറ്റ, ദയവ് ചെയ്ത് നിങ്ങൾ നിൽക്കരുത്, എന്നെ കൊണ്ടാണ് സാധ്യമല്ല, എന്നെ അറസ്റ്റ് ചെയ്യും, നിങ്ങളെ അറസ്റ്റ് ചെയ്യും, ദയവ് നിങ്ങൾ പോകണം. അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി മടങ്ങി. എവിടെ പോയി? തൊട്ടടുത്തൊരു പള്ളിയിൽ പോയി കിടന്നു. രാത്രിയായി അദ്ദേഹം കിടന്ന് കരഞ്ഞ് ദുആ ചെയ്തു. പിറ്റേ ദിവസം ഒരു തീരുമാനം എടുത്തിട്ട് വീണ്ടും വന്നു. അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, നിങ്ങളടുത്ത് പറഞ്ഞതല്ലേ ഹബീബേ വരരുതെന്ന്, ഈ നിങ്ങൾ നിൽക്കുന്നത് പോലീസുകാരുണ്ട്, എന്നെയും കൊണ്ടുപോകും നിങ്ങളെയും കൊണ്ടുപോകും. അല്ല, ഞാൻ ഒരു ഹദീസ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പൊ അദ്ദേഹം ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, മഹാനവറുകളെ, ഞാനൊരു പിച്ചക്കാരന്റെ വേഷത്തിൽ, യാചകന്റെ വേഷത്തിൽ, പിച്ചപാത്രവുമായി ചട്ടിയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എല്ലാ ദിവസവും വരാം. നിങ്ങൾ ഒരു പേപ്പറിൽ ആ ഹദീസ് എഴുതി എനിക്ക് എറിഞ്ഞു തന്നാൽ മതി, ഞാൻ പഠിച്ചോളാം. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അതിനെ സമ്മതിച്ചു. അങ്ങനെ ദിവസങ്ങളോളം വന്ന് യാചകന്റെ വേഷത്തിൽ വന്ന് പിച്ചപാത്രം കാണിച്ചിട്ട് പൈസ തുട്ടുകൾ വാരി എറിയുന്നത് പോലെ ഹദീസുകൾ എഴുതി അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു അതിലേക്ക് ഇട്ടുകൊടുത്തു. അങ്ങനെ അദ്ദേഹം വലിയ മുഹദ്ദിസായി മാറി, ബഖീ ഇബ്നു മഖ്ലദ് റളിയല്ലാഹു തആല അൻഹു. ഇന്ന് നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെയൊക്കെ പഠിക്കുന്നവരെല്ലാം ഉണ്ടോ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഉസ്താദ് അബ്ദുറഹ്മാൻ ഇബ്നു ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു ഹുമാം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ അരികിൽ പഠിച്ച് സമ്പത്തൊന്നുമില്ല, പൈസ എല്ലാം തീർന്നു, ഒന്നുമില്ല. തന്റെ വസ്ത്രം വിൽക്കാൻ തുടങ്ങി, 2 വസ്ത്രം അതിലൊന്ന് വിൽക്കാൻ തുടങ്ങി, അതുകൊണ്ട് പഠിച്ചു. അവസാനം ചെരുപ്പ് അത് വിൽക്കാൻ തുടങ്ങി, അതും തീർന്നു, ഇൽമു തീർന്നിട്ടില്ല. യമനിലെ സൻആയിൽ പോയി ഒട്ടകത്തിന്റെ സ്റ്റാൻഡിൽ ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് ലോഡിംഗ് അൺലോഡിംഗ് ഹെഡ്ലോഡിംഗ് പാതിരാ സമയത്ത് പോയിട്ട് ഒട്ടകത്തിന്റെ മുകളിലിരിക്കുന്ന സാധനം എടുത്തു കൊടുക്കുക, തിരിച്ച് കയറ്റിവെക്കുക, അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ദിനാറുകളും ദിർഹമുകളും കൊണ്ട് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു പഠിച്ചു. അവർ പഠിച്ചു വന്ന, അതുകൊണ്ട് ഇന്ന് ലോകം അദ്ദേഹത്തെ ആദരിക്കുന്നു. ഇന്ന് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു കിതാബ് നമ്മൾ വായിക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. മദ്ഹബിന്റെ ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കും. ഇമാം ബുഖാരി റളിയല്ലാഹു തആലന്റെ ഉമ്മ വലിയ സമ്പന്നയായിരുന്നു. ഉമ്മയുടെ ഏറ്റവും വലിയ ബാധ്യതയാണ് എന്റെ മുകളിൽ ഇരിക്കുന്ന എന്റെ പൊന്നുപെങ്ങളെ, സഹോദരി, ഉമ്മമാരെ. 3 ദുആകൾ അല്ലാഹു തട്ടിക്കളയൂല. അതിലെ ഒരു ദുആ ദഅവത്തുൽ വാലിദി ലിവലദിഹി. ഉമ്മമാര്, ഉപ്പമാര് തന്റെ മക്കൾക്ക് ചെയ്യുന്ന ദുആ അല്ലാഹു തട്ടിക്കളയൂല. അവർ ചെയ്യണം, മക്കൾക്ക് വേണ്ടി എന്നും ദുആ ചെയ്യണം. എന്റെ മക്കളെ പിഴക്കല്ലേ അല്ലാ, എന്റെ മക്കളെ സാലിഹാക്കണേ അല്ലാ, എന്റെ മക്കളെ നന്നാക്കണേ അല്ലാ, എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഖിദ്മത്ത് ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. നമ്മൾ ദുആ ചെയ്യണം. വാപ്പ മറന്നു പോകരുത്, ഉമ്മ മറന്നു പോകരുത്. ഒരിക്കലും തള്ളിക്കളയാത്ത ദുആയാണ്, തള്ളപ്പെടാത്ത ദുആയാണ് ഉമ്മാന്റെ ദുആ, ഉപ്പാന്റെ ദുആ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു പിറന്നു വീണപ്പോൾ നമുക്കറിയാം കണ്ണിന് കാഴ്ചയില്ല. ഉമ്മ പാതിരാ സമയത്ത് ദുആ 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 ദുആ, എന്റെ മകന് നീ കണ്ണിന് കാഴ്ച കൊടുത്താൽ എന്റെ മകനെ അല്ലാഹുവേ നിന്റെ ഇൽമു പഠിപ്പിക്കാൻ ഞാൻ നേർച്ച നേർന്നേക്കാം. ദിവസങ്ങളോളം ദുആ ചെയ്തു, മാസങ്ങളോളം ദുആ ചെയ്തു. ഒരു ദിവസം രാത്രി മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സ്വപ്നം കാണുന്നു. നിന്റെ മകന്റെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചൊന്ന് ഫർത്തദ ബസിറ, സുബഹി കഴിഞ്ഞു പോയി നോക്കുമ്പോൾ കണ്ണ് തുറന്നിരിക്കുന്നു. ആ ഉമ്മ, കോടീശ്വരി സമ്പന്നയായ ഉമ്മ, തന്റെ മക്കൾക്ക് പഠിക്കാനുള്ള ഇൽമു പഠിക്കാനുള്ളത് മാത്രം ബാക്കി വെച്ച് മുഴുവനും ഇൽമിന്റെ വഴിയിൽ ചെലവാക്കി. സമ്പത്ത് മുഴുവൻ ഇൽമിന്റെ വഴിയിലാണ് ചെലവാക്കി. പാട്ട് പഠിപ്പിക്കാനും ഗാനമേള പഠിപ്പിക്കാനും ഒന്നല്ല, ഖുർആനിന്റെ വഴിയിൽ, ഹദീസിന്റെ വഴിയിൽ തന്റെ മക്കൾക്ക് വേണ്ടി സമ്പത്ത് മുഴുവനും ചെലവാക്കി. അതുകൊണ്ട് ഇന്ന് ഈ നാട്ടിൽ ബുഖാറ എവിടെ കിടക്കുന്നു, ഇമാം ബുഖാരി എവിടെ കിടക്കുന്നു, ഇമാം ബുഖാരിയുടെ ഉമ്മ എവിടെയാണ്, ഇതൊന്നും നമുക്കറിയില്ല. ഇന്ന് ഈ കൊച്ചു ഗ്രാമത്തിൽ വന്ന് നമ്മൾ ഇമാം ബുഖാരിയെയും അവരുടെ ഉമ്മയെ കുറിച്ച് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യണമെങ്കിൽ അവരുടെ സമ്പത്ത് ഇൽമിന് വേണ്ടി, അള്ളാന്റെ മാർഗത്തിന് വേണ്ടി അവർ ചെലവ് ചെയ്തതിന്റെ പേരിലാണ്.
ഇബ്രാഹിം ഹാജി എന്ന് ലോകം ആദരിക്കുന്നുവെങ്കിൽ എന്തിന്റെ പേരിലാണ്? ഇന്നിവിടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ തടിച്ചുകൂടിയ മയ്യത്ത് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തെങ്കിൽ ഇന്നും ഇവിടുത്തെ മക്കൾ ആ ഖബറിന്റെ അരികിലൂടെ പോകുമ്പോൾ ഒരു സലാം പറയണമെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പത്ത് അള്ളാന്റെ മാർഗത്തിൽ അദ്ദേഹം മാറ്റിവെച്ചത് കൊണ്ടാണ്. ഇതേപോലെ നൂറുകണക്കിന് മദ്രസകൾ പണിയാനുള്ള സമ്പത്തുള്ള എത്രയോ വലിയ ശതകോടീശ്വരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ജില്ലയിലുണ്ട്. ആരതിനു വേണ്ടി ചെലവാക്കുന്നു? കോടാന കോടികൾ ചെലവ് ചെയ്ത് വീട് വെക്കുന്നു. എനിക്കറിയാം, ഞാനൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന ഓരോ സ്ഥലത്ത്. കാസർഗോഡ് 5 ദിവസത്തെ കല്യാണം 3 കോടി രൂപ ചെലവ്. കാസർഗോഡ് ഒരു വീടിന്റെ ഹൗസ് വാമിംഗ് 80 ലക്ഷം രൂപ. ഭക്ഷണത്തിന് മാത്രം 80 ലക്ഷം രൂപ. വല്ല ഫായദയുണ്ടോ? തിന്ന് തൂറി തീർന്ന സംഭവം. എന്താ ഫായദയുള്ള? എന്ത് ഫായദ? ഫഖർ. ഇതുകൊണ്ട് ഫഖർ, ഭയങ്കര ഭക്ഷണം. ഇത്ര ഭക്ഷണമൊക്കെ വേസ്റ്റ് ആക്കിയ സമാനം പറയണ്ടേ? ആ 80 ലക്ഷം കൊണ്ട് ഇതേപോലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി 10 മക്കൾ ഖുർആൻ പഠിച്ചിരുന്നെങ്കിൽ അവന്റെ കുടുംബത്തിലും അവന്റെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെയും ഖബറിലേക്ക് സദാ ഒഴുകിക്കൊണ്ടിരിക്കും. ഇതാണ് ജാരിയായ സദഖ. ഈ സ്ഥാപനം ജാരിയായ സദഖയാണ്. ഈ മക്കൾ ജാരിയായ സദഖയാണ്. ഇവിടെ നിന്ന് ഡിഗ്രി വാങ്ങി പോകുന്ന മക്കളും ജാരിയായ സദഖകളാണ്. ചെറിയ കാര്യമല്ല. കോടാന കോടികൾ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു 10 മക്കളെ പഠിപ്പിക്കുന്നു, ഇൽമു പഠിപ്പിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ മക്കളെ ആലിമീങ്ങളാക്കി, ഹാഫിളീങ്ങളാക്കി. അതിൽ വലിയ ത്യാഗമാണ്. ഉസ്താദന്മാരൊക്കെ അടിക്കും, ചിലപ്പോൾ തെറി വിളിച്ചെന്ന് വരും, ചിലപ്പോൾ ഇടിച്ചെന്ന് വരും. ഇതൊന്നും ഇൽമിന്റെ പേരിലാണ്. അവർ നശിക്കാനല്ല, ആഖിറത്തിന്റെ നരകത്തിൽ നിന്ന് അവരെ രക്ഷിക്കാനാണ് ഉസ്താദന്മാർ അവർക്ക് ശിക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തേ പഠിക്കാവൂ. ഉടനെ കണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് അവരെ പിടിച്ചകത്താക്കി അവരുടെ ശാപം കൂടെ നിങ്ങൾ ഏറിയാൽ നാളെ ദുനിയാവും നഷ്ടപ്പെട്ട് ആഖിറവും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്നിവിടെ ഫാരിഖീങ്ങളായ ഒരുപാട് കാര്യങ്ങളൊക്കെ ആലിമീങ്ങളുടെ വിഷയത്തിൽ എനിക്ക് സംസാരിക്കണമെന്നും സ്ഥാപനത്തിന്റെ വിഷയത്തിലും ദീനിന്റെ വഴികളിലേക്ക് ഈ മക്കളെ കൊണ്ടുവരുന്നതിന്റെ മഹത്വത്തെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്. പക്ഷേ നമുക്ക് ചുരുങ്ങിയ സമയം 9 മണിക്കകത്ത് എല്ലാം തീർക്കാനുള്ളത് കൊണ്ട് താൽക്കാലികമായി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടേക്ക് എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മുത്തവല്ലി, ബഹുമാനപ്പെട്ട ഡയറക്ടർ മുസമ്മിൽ മൗലവി, ബഹുമാനപ്പെട്ട ഈസ ഉസ്താദ് അവറുകൾ അടക്കം അൽഹംദുലില്ലാഹ് ഒരുപാട് മഹത്വമുള്ള പണ്ഡിതന്മാരെല്ലാവരും ഉണ്ട്. എല്ലാവരുമായി കഴിഞ്ഞ ഒരു മാസം ഇവിടെ വന്ന് ഞാൻ അവിടെ സംവദിച്ചു. അൽഹംദുലില്ലാഹ് നമ്മളെ കുട്ടികളുടെയൊക്കെ നല്ല പ്രതികരണവും അൽഹംദുലില്ലാഹ് അവരുടെയൊക്കെ ഉത്സാഹവും ഒക്കെ കണ്ട് വലിയ സന്തോഷമാണ്. ഇന്നും അതേപോലെ നമ്മുടെ ഡയറക്ടർ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കുട്ടികളുടെ മഹത്വത്തെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഫഖർ. നമ്മുടെ ഫഖർ അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ. ഒരു വാപ്പ ഉമ്മ ഇരിക്കുന്ന മജ്ലിസിൽ എന്റെ കുട്ടി നല്ലൊരു ഖിറാഅത്ത് ഓതി, അൽഹംദുലില്ലാഹ് അതൊരു ഫഖറാ. അതിൽ ഫഖർ അടിക്കാൻ കുഴപ്പമില്ല. ഒരിക്കൽ സദസ്സില്, സഹാബാക്കളുടെ സദസ്സില് ഉമർ, ഉസ്മാൻ, അബൂബക്കർ സിദ്ദീഖ് എല്ലാവരും ഇരിപ്പുണ്ട്. ആ സദസ്സില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഈ അമ്മത്തുൻ നഖീൽ, നമ്മുടെ അമ്മത്ത് ഏതാണ്? നമ്മുടെ പിന്നെ എന്താ ഇവിടെ പോറ്റും, എന്താ പറയാ ഇവിടുത്തെ ഭാഷയിൽ പോറ്റുമായോ കൊച്ചുമായോ അല്ലെ ഉമ്മുമായോ എന്തായാലും ആരാണ് നമ്മുടെ വൃക്ഷങ്ങളിൽ നമ്മുടെ അമ്മത്ത് ആരാണ് എന്ന് ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. കുട്ടികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആരും കൂടി പറഞ്ഞില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നഖീൽ, അത് ഈത്തപ്പഴമാണ്. സദസ്സ് പിരിഞ്ഞു പോയി. ഉമർ റളിയല്ലാഹു തആല അൻഹുടെ മകൻ പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ, വാപ്പ എനിക്കറിയായിരുന്നു അത് അമ്മത്ത് നഖീലാണെന്ന് എനിക്കറിയായിരുന്നു, നീ പിന്നെ എന്ത് പറയാഞ്ഞത്? അത് പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരൊക്കെ വലിയ വലിയ ഉസ്താദന്മാരോട് ഇരിക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റ് എങ്ങനെ പറയാ? അപ്പൊ ഉമർ റളിയല്ലാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, എടാ മോനെ, അത്രയും ആലിമീങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത്, ആ മഹാന്മാരിക്കുന്ന സ്ഥലത്ത് നീ ഇതിന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ, ഓ ഉമറിന്റെ മോൻ മറുപടി പറഞ്ഞല്ലോ നബി തങ്ങളുടെ ചോദ്യത്തിന്, ഈ വാപ്പ എത്ര സന്തോഷിച്ചേനന്ന്, വാപ്പയ്ക്ക് എത്ര ഫഖറായി പോയത്, അതിന് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ. ഉമർ റളിയല്ലാഹു തആല മോനെ പറഞ്ഞതാണ്. അവിടെ നമ്മുടെ മക്കളെ കൊണ്ട് നമുക്ക് ഇൽമിന്റെ വിഷയത്തിൽ നമുക്ക് ഫഖറടിക്കാം. പ്രസംഗിക്കാൻ പോകുന്നത് എന്റെ മോനാണ്, ഹാഫിള് എന്റെ മോനാണ്, അഖറാത്ത് എന്റെ മോനാണ്. അഭിമാനല്ലേ? മുണ്ടില്ലാതെ പാട്ടും പാടി തുള്ളിച്ചാട് നടക്കുന്നവരൊക്കെ വാപ്പമാര് അഭിമാനം കൊള്ളുന്നു, എന്റെ മക്കളാ പാടുന്നത്. ആ മുണ്ടില്ലാതെ പാടുന്ന മോളില്ലേ, അത് എന്റെ മോളാണ്. മുണ്ടും പൊക്കി പാടുന്ന ഒരു കുട്ടിയില്ലേ, എന്റെ ഇളയ മോളാണ് അവള്. ഇതിനേക്കാൾ അവൾ ഇനി ചാടി പാടും. ദുനിയാവിൽ അങ്ങനെ ഫഖർ കാണിക്കുന്നു ആളുകൾ ഇന്ന്. അതിൽ ലൈക്ക് അടിക്കുന്നു, ഷെയർ അടിക്കുന്നു, അന്യ പുരുഷന്റെ കൂടെ പോകുന്നു. അതിലൊന്നും അവർക്ക് വിഷമമില്ല. നമുക്ക് നമ്മുടെ വാപ്പ അൽഹംദുലില്ലാഹ് എഴുന്നേറ്റ് നിന്ന് എന്റെ മോനാണ് ഹാഫിളാവാൻ ദുആ ചെയ്യ്, എന്റെ മോനാണ് ആലിമാകാൻ ദുആ ചെയ്യ്. എന്റെ 10 വയസ്സിൽ എന്റെ വാപ്പ എന്നെ ഇങ്ങനെ കൊണ്ടു നടക്കും, എവിടെല്ലാം ആലിമീങ്ങളെ കൊണ്ടുപോയി ദ്വാരപ്പിക്കും. എനിക്ക് എന്റെ ഓർമ്മയിലുള്ളതാണ്. എല്ലാവരും പറയാം അവനെ അള്ളാഹു നല്ലവനാക്കും. ആലിമീങ്ങളുടെ ദുആ എപ്പോഴും നമ്മൾ സ്ഥാപനത്തെ മറക്കരുത്.
ഏത് സമയത്തും നമ്മൾ സ്ഥാപനത്തെ മറക്കരുത്. ഞാൻ ബാക്കിയാത്ത് സ്വാലിഹാത്തില 1ാം ക്ലാസ് മുതൽ പഠിച്ചത്. കേരളത്തിൽ അങ്ങനെ എനിക്ക് വലിയ ഉസ്താദന്മാരൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് റാഹത്തായിട്ട് എവിടെ ഏത് ഉസ്താദന്മാരെ മുന്നിൽ കയറി പറയാം. നമുക്ക് ഇനി ഉസ്താദ് ഇവിടെ ഇല്ലല്ലോ. പിന്നെ നമ്മുടെ അടുത്ത അറബി കോളേജിൽ അബ്ദുറഹ്മാൻ ഉസ്താദ് ദക്ഷിണ കേരളയുടെ ഇപ്പോഴത്തെ ട്രഷറർ ഉസ്താൻ എടുക്കൽ 6 മാസം പഠിച്ചിരുന്നു. ബാക്കിയാത്തിൽ നിന്ന് സുഖമില്ലാതെ വന്നു. ദയ്യൂബന്ദിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ദർസ് അവിടെ എടുത്തിട്ടാണ് അങ്ങോട്ട് പോയത്, പഠിച്ചിട്ടാണ് പോയത്. അപ്പൊ എല്ലാ മാസവും 2 മാസം 3 മാസം കൂടുമ്പോൾ ബാക്കിയാത്തി പോകും, ഉസ്താദന്മാരെ കാണാൻ പോകും, ഇടയ്ക്കിടയ്ക്ക് പോകും. നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ ഇവിടുന്ന് ഡിഗ്രി എടുത്തു പോയി. പിന്നെ ഈ ഭാഗത്ത് ഇബ്രാഹിം ഹാജിയാരുടെ സ്ഥാപനം, അതേതാ ഇബ്രാഹിം ഹാജി? ഓ എവിടെയോ കേട്ട നല്ല പരിചയമുണ്ടല്ലോ. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ പറയാൻ പോകുന്നതാണ്. 10 വർഷം കഴിയുമ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഇവിടുന്ന് മഹമ്മൂദ് ഹാജി, യഹിയ ഹാജിയൊക്കെ ഞാൻ ഇവിടുന്ന് സ്മരിച്ചു. അതേപോലെ നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ അവരെ സ്മരിക്കാറ് ഓർക്കാറുണ്ട്. കാരണം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരുടെ സ്ഥാപനം ഉണ്ടാക്കി നമ്മൾ അതുകൊണ്ട് നമ്മൾ പഠിച്ചത്. ഇൽമു പഠിച്ച ഒരു വഴിയിലേക്ക് എത്തി. അപ്പൊ നമ്മൾ വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഉസ്താദ് നമ്മൾ പെട്ടെന്ന് എനിക്ക് ഞാൻ വിചാരിച്ച നമ്മുടെ മർക്കസിൽ ഈസ ഉസ്താദായിരിക്കും. അതാണ് നമ്മുടെ അവസ്ഥ. പഠിപ്പിച്ച ഉസ്താദന്മാരെയും മറന്ന്, സ്ഥാപനത്തെയും മറന്ന്, ആളുകളെയും മറന്ന്. നമ്മുടെ അടുത്ത സ്റ്റോർ കീപ്പറാ അല്ലപ്പ മുത്തവല്ലി എല്ലാം പോയി, സംഭവം എല്ലാം ഡിലീറ്റ് ആയി. നമ്മൾ ഇൽമു പഠിച്ച അതല്ല. അതുകൊണ്ടാണ് എപ്പോഴും തഅല്ലുഖ് വേണം, ബന്ധം എപ്പോഴും ഉണ്ടാകണം. ഒരു മൊബൈൽ രാവിലെ ഉപയോഗിക്കാൻ നിന്നാല് ഇടയ്ക്കാകുമ്പോൾ ചാർജ് പോകും. പിന്നെ ഉടനെ ഓടി കുത്തൂല കൊണ്ടുപോയി. എവിടെയെങ്കിലും ഉണ്ട് ഹോട്ടലിൽ തിന്നാന്ന് പ്ലീസ് ഇതൊന്ന് കുത്തി വെക്കട്ടെ. ബസ്സിൽ കയറിയ സ്ഥലം ഇത് സാധനം കുത്തി വെക്കട്ടെ. എന്തൊരു ഉത്സാഹം! ഈ ഉത്സാഹം എന്താ നിങ്ങൾ പഠിച്ച സ്ഥാപനത്തോടില്ലാത്തത്, ഉസ്താദന്മാരോടില്ലാത്തത്? ഇടയ്ക്കിടയ്ക്ക് ഉസ്താദന്മാരെ കാണണം, ഹദ്യകൾ കൊടുക്കണം. നമ്മുടെ ഓരോ വിഷയങ്ങൾ ഉസ്താദന്മാരുടെ മുഷാവറ ചെയ്യണം. നിങ്ങൾ ആലിമീങ്ങളായി ഏതെങ്കിലും സ്ഥാപനത്തിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ജുമുഅ പള്ളിയിൽ പോയി നിൽക്കുമ്പോൾ ഖുത്ബ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും നാണം കെടരുത്. ഇന്നും വല്ലാഹി ഞാൻ ആണയിട്ട് പറയുന്നു, എനിക്ക് വയസ്സ് 48 കഴിഞ്ഞ് 49 വയസ്സാകാൻ പോകുന്നു. ഇന്നും ഞാൻ ആലിമീങ്ങളോട് ചോദിക്കാതെ ഒരു പ്രസംഗമാകട്ടെ, ഒരു ഖുത്ബ ആകട്ടെ, ഒരു വിഷയത്തിൽ ഞാൻ തയ്യാറാവില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സഫാഹത്ത് വിളിച്ചു പറയുന്നതിനേക്കാളും നല്ലത് അവരോട് ചോദിച്ചത് ഹല്ലി ചെയ്തിട്ട് പറയലാണ്. പ്രത്യേകിച്ച് ഈ സാധനം ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പ്രസംഗവും നമുക്കറിയാലോ, എന്റെ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എന്തായാലും അത് സഫാഹത്തൊന്നുമല്ല, അവർ കളിയാക്കുന്നത്. അത് കളിയാക്കട്ടെ, നല്ല ആയത്ത് ഹദീസുകളുമാണ് നമ്മൾ പ്രസംഗിക്കുന്നതും. മുൻകർ നക്കീർ എന്ന് അല്ല റഖീബ് അത്തീദ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസം വന്നില്ല. മാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മുടെ എല്ലാം അത് കറക്റ്റ് ആയിട്ട് ഒപ്പിയെടുക്കുന്നുണ്ട്. കുല്ല ഇൻസാനിൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖിഹി. ഒരു CCTV അല്ലാഹ് ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഖുർആൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമില്ല. ഖുർആൻ പറയുമ്പോൾ വിശ്വാസമില്ല. ഇന്നായിരിക്കുന്ന മൊബൈല് അല്ലെങ്കിൽ ആയിരിക്കുന്ന ലൈവ്, ഇന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ലൈവ് ഫോട്ടോ, ഇതെല്ലാം ഇന്ന് നമ്മുടെ ഓരോ വാക്കുകളെ പൊക്കിയെടുക്കും, അതേപോലെ കവർന്നെടുക്കും, അതേപോലെ പിടിച്ചെടുക്കും, അതേപോലെ അത് പകർത്തിയെടുക്കും. അവിടെ പിന്നെ കിടന്ന് ഉരുളാൻ കഴിയില്ല നമുക്ക്. അതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ്, പ്രസംഗിക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകാതെ നമ്മൾ സൂക്ഷിക്കണം. അത് ഉസ്താദന്മാരോട് ചോദിക്കണം. ഹയാത്തോട് കൂടിയിരിക്കുന്ന ഉസ്താദ് ഒരു മസല പറയണമെങ്കിലും നമ്മൾ ഉസ്താദന്മാരോട് ചോദിക്കും. ഒന്ന് ചോദിക്ക്. ആരെങ്കിലും വന്ന് എന്നോട് ചോദിക്കുമ്പോ അതോ അതങ്ങനെ ചെയ്താൽ മതി, അങ്ങനല്ല പറയേണ്ടത്. ഞാൻ ആലോചിക്കും. ഇൽമിന്റെ വിഷയമല്ലേ, ആലിമീങ്ങളുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം. എനിക്കറിയില്ല എന്ന് പറയുന്നത് നിസ്ഫുൽ ഇൽമാണ്, ഇൽമിന്റെ പകുതിയാണ് എനിക്കറിയില്ല എന്ന് പറയുന്നത്. അതാണ് നമ്മൾ വേണ്ടത്. അങ്ങനെ പഠിക്കണം. ആണ് ഉസ്താദന്മാരുടെ ബന്ധവും ഒരു തഅല്ലുഖും സ്ഥാപനവും സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരുടെ ബന്ധം വേണം. ഈ മരണപ്പെട്ടവർക്ക് നമ്മുടെ ഇതിന്റെ ബാനികൾക്ക് വേണ്ടി എപ്പോഴും ദുആയും ചെയ്യണം. അങ്ങനെയുള്ള ഒരു സാഹചര്യമായിരിക്കണം ഇനി മുതൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അങ്ങനെയുള്ള സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളായ ആലിമീങ്ങളാക്കി ദുനിയാവിലും ആഖിറത്തിലും ഗുണപ്പെടുന്ന മക്കളാക്കി അല്ലാഹു നമ്മളെയും നിങ്ങളെയും എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടേക്ക് കൊണ്ടുവന്ന ഇതിന്റെ സംഘാടകർ, പ്രവർത്തകർ, ഉത്തരവാദിത്തപ്പെട്ടവർ, മുത്തവല്ലികൾ, അൽഹംദുലില്ലാഹ് അല്ലാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ പിതാവിന്റെ ഖബറിനെ അല്ലാഹു സന്തോഷിപ്പിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും കൊണ്ട് അല്ലാഹു നിറയ്ക്കുമാറാകട്ടെ. ഈ മക്കളുടെ ഇൽമിന്റെ എല്ലാം ഒരു ശതമാനം ആ ഖബറിലേക്ക് അല്ലാഹു എത്തിക്കുകയും അല്ലാഹു അവരെയും അവരുടെ ഭാര്യ മക്കളെയും കുടുംബസമേതം സ്വർഗ്ഗലോകത്ത് അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങളോടൊപ്പം അവരെ നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയപ്പെട്ട വാക്കുകൾ എനിക്കും നിങ്ങൾക്കും നമുക്കും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ മാതാപിതാക്കളോടൊപ്പം മക്കളോടൊപ്പം കൈക്ക് പിടിച്ച് സ്വർഗ്ഗത്തിലെത്തുന്ന സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദുആഇന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.